Good afternoon all. Good afternoon, Miss. Okay, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോർച്ചറി ടൈപ്പ് ഓഫ് മോർച്ചറി വരെയാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നേരത്തെ ഫസ്റ്റ് ടൈപ്പ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വെയിറ്റിംഗ് മോർച്ചറി. നമ്മൾ മരിച്ചോ എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എടുക്കുന്നത് ഹോസ്പിറ്റൽ മോർച്ചറി. Hospital mortuary. A hospital mortuary is situated within a hospital, a care center, a hospice, or retirement home. It employs salarized personnel called mortuary disinfection service agent or morticians. Hospital mortuaries are part of a hospital service. A hospital mortuary may be delegated as an autopsy site for forensic purpose. അല്ലെ. അപ്പോ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേരിൽ പറയുന്നത് പോലെ തന്നെ ഹോസ്പിറ്റലിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കെയർ സെന്ററുകളിലും ദെൻ ഹോസ്പൈസ് ഓർ റിട്ടയർമെന്റ് ഹോം. ഹോസ്പൈസ് എന്ന് വെച്ചാൽ എന്താണ്? ഹോസ്പൈസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാകുമോ? ഹോസ്പൈസ് മീൻസ് പാലിയേറ്റീവ് കെയർ, മീൻസ് അഭയ കേന്ദ്രങ്ങൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെയാണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറി സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് എംപ്ലോയ്സ് സാലറൈഡ് പേഴ്സണൽ കോൾഡ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻസ്. അപ്പോ ഈ മോർച്ചറിയുടെ ഉള്ളിൽ അവിടെ ഉള്ള സ്റ്റാഫ് ഉണ്ട്, അതായത് അവർക്ക് സാലറി കൊടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും മറ്റു മോർച്ചറിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്യുന്ന ഒരു പേഴ്സണൽ ഉണ്ട്, മീൻസ് സ്റ്റാഫ്. നമ്മൾ സാലറി കൊടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാഫാണ്. അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് മോർട്ടീഷ്യൻ. അതായത് മോർച്ചറിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് മോർട്ടീഷ്യൻ എന്ന് വിളിക്കുന്നത്. ആ പേര് പോലെ തന്നെ സാമ്യമുണ്ട് അല്ലെ, മോർട്ടീഷ്യൻ. Then hospital mortuaries are part of a hospital services. Hospital services ന്റെ ഒരു പാർട്ടാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാല്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലെ അനിവാര്യ ഘടകമാണ് മോർച്ചറി എന്ന് പറയുന്നത് അല്ലെ. Then a hospital mortuary may be delegated as an autopsy site for ഫോറൻസിക് പർപ്പസ്. ഒരു മോർച്ചറി എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി നമ്മുടെ മൃതദേഹങ്ങൾ സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഫോറൻസിക് പർപ്പസിന് നമ്മള് സിനിമയിലൊക്കെ കാണുന്നത് പോലെ എന്തെങ്കിലും കേസ് അന്വേഷണങ്ങൾക്കും മറ്റും ഫോറൻസിക് അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മോർച്ചറിയിലെ ഡെഡ് ബോഡീസ് സൂക്ഷിക്കുന്നത്. In rural area where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. അതായത് എന്താണ്, ഇപ്പോ ഇൻ കേസ് ഒരു സമീപത്ത് ഒരു റൂറൽ ഏരിയയിലാണെങ്കിൽ അടുത്ത ശ്മശാനങ്ങളോ അങ്ങനെയൊന്നും പെട്ടെന്ന് ഇല്ലാത്തൊരു ഏരിയ ആണെങ്കിൽ നമുക്ക് ആ ഡെഡ് ബോഡീസിന് നമുക്ക് അതുവരെ അതിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് അതിന് വരെ നമുക്ക് എന്ത് ചെയ്യാം, മോർച്ചറിയിലെ ഡെഡ് ബോഡി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അതിന് ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലില് മോർച്ചറിയിൽ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നതിന് പ്രത്യേകം ഇത്ര ദിവസത്തേക്ക് ഫീസും കാര്യങ്ങളൊക്കെ ഈടാക്കാറുണ്ട്. ഇപ്പൊ ഒരു ദിവസത്തിന് ഇത്ര റേറ്റ് വെച്ചായിരിക്കും പറയുന്നത്. അപ്പൊ നമ്മൾ എത്ര ദിവസം ഡെഡ് ബോഡി മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു അത്രയും ദിവസത്തെ ഫീസും ഒരു ഫീസ് അവർ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഫീസും അതിൽ നിന്നും ഈടാക്കുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളും ഹോസ്പിറ്റൽ മോർച്ചറി. Next one നോക്കാം, private mortuary. A private mortuary is a private structure to receive remains waiting for burial or cremation. എന്താണ് നമുക്കറിയാം, ഈ ശവസംസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ബോഡികൾ ഈ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു.
Then it is mostly used in some case of death at home. അതായത് വീടുകളിൽ സ്വാഭാവിക മരണം സംഭവിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. അല്ലാതെ വരുന്ന കേസുകൾ, റയർ കേസുകൾ, അതായത് ഇപ്പോ സൂയിസൈഡോ മറ്റു റേപ്പിംഗ് കേസുകളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കേസുകളിലൊന്നും ആ ഡെഡ് ബോഡീസിന് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ കീപ്പ് ചെയ്യാറില്ല. പകരം സ്വാഭാവിക മരണം സംഭവിച്ചിട്ടുള്ള തരത്തിലുള്ള ആ ഒരു ഡെഡ് ബോഡീസ് മാത്രമേ പ്രൈവറ്റ് മോർച്ചറിയിൽ കീപ്പ് ചെയ്യാറുള്ളൂ. Unlike a hospital mortuary, a private mortuary may not receive the bodies of individuals who died of certain infectious diseases. Hospital mortuary പോലെയല്ല, മറിച്ച് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫെക്ഷ്യസ് ഡിസീസസോ അങ്ങനെയുള്ള പേഷ്യൻസിന്റെ ബോഡി ഒന്നും നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാറില്ല. പകരം നേരെ മറിച്ച് സ്വാഭാവിക മരണം അല്ലെ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, വീട്ടിൽ തന്നെ വെച്ച് മരണം സംഭവിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് ആണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ വെക്കുന്നത്. Then all private mortuaries are run by funeral homes. Funeral homes എന്ന് വെച്ചാൽ എന്താ? ഫ്യൂണറൽ ഹോംസ് അതായത് നമ്മൾ എന്താണ് ഫ്യൂണറൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ശവസംസ്കാരം ഫ്യൂണറൽ ചെയ്യില്ലേ, അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏജൻസി പോലെ, ഒരു ബിസിനസ് പോലെ. മീൻസ് അവര് തന്നെ മോർച്ചറി സർവീസ് ഒക്കെ അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഇനി മേ ബി ശവസംസ്കാരം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതും ഈ ഫ്യൂണറൽ ഹോംസ് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അപ്പോ എല്ലാ പ്രൈവറ്റ് മോർച്ചറീസും റൺ ചെയ്യുന്നത് ഫ്യൂണറൽ ഹോംസിന്റെ കീഴിലാണെന്ന്. Then private mortuaries are part of an external service or funeral parlor. Funeral home തന്നെയാണ് funeral parlor എന്ന് പറയുന്നത്. അതായത് ഈ ശവസംസ്കാരം നടപടികളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഏജൻസി പോലെ, അതിനെയാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ ചെറിയൊരു കൗണ്ട് തരാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ പ്രൈവറ്റ് മോർച്ചറിയിൽ. പ്രൈവറ്റ് മോർച്ചറിയിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സ്വാഭാവിക മരണം സംഭവിക്കുന്ന തരത്തിലുള്ള ഡെഡ് ബോഡീസിനെയാണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. മറിച്ച് ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആയതൊന്നും നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ ആ ഡെഡ് ബോഡീസ് ഒന്നും കീപ്പ് ചെയ്യാറില്ല. ഓക്കെ, ക്ലിയർ ആയോ പ്രൈവറ്റ് മോർച്ചറി? ഇപ്പോൾ നമുക്ക് ആ പേര് ടേമിൽ കേൾക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെയൊക്കെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദ മോർച്ചറി ബ്യൂറിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബ്യൂരിയൽ എന്ന് വെച്ചാൽ ശവസംസ്കാരം എന്നൊക്കെ ഉള്ളൊരു ബ്യൂരിയൽ എന്ന് തന്നെയാണ് മീനിങ്. മീൻസ് അടക്കം ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് തന്നെയാണ് കേട്ടോ. മൂന്നെണ്ണമാണ് ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട്. അതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കണം. 3 ടൈപ്പുകൾ ഏതൊക്കെയാണെന്ന്: വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറിയും പിന്നെ പ്രൈവറ്റ് മോർച്ചറി. ഇത് 3 ടൈപ്പുകൾ. എത്ര ടൈപ്പാണെന്നൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ടൈപ്പുകൾ ഒന്ന് നോക്കാം. അതിൽ കൂടാത്ത വേറെ ടൈപ്പുകളൊക്കെ തന്നേക്കാം. അപ്പൊ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ് എങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാവുന്നത്. The mortuary occupancy register is updated precisely. എന്താണ്? മോർച്ചറിയില് നമ്മൾ ഡെഡ് ബോഡീസ് കീപ്പ് ചെയ്യുക. ഒക്യുപ്പൻസി എന്ന് വെച്ചാൽ കീപ്പ് ചെയ്യുക. എത്ര ദിവസം നമ്മൾ ഒരു ഡെഡ് ബോഡിനെ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് രജിസ്റ്ററിൽ അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം. ഇത്ര ഡേയ്സ് ആയി ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത് എന്നൊക്കെ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. Second one, the necessary temperature of the mortuary is observed and sustained. അതായത് ആ മോർച്ചറിയിൽ നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറും ഒക്കെ പറഞ്ഞായിരുന്നു അല്ലെ. അപ്പൊ കൃത്യമായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ ആണോ അത് നിരീക്ഷിക്കുകയും വേണം, ആ ടെമ്പറേച്ചർ നിലനിർത്തുകയും ചെയ്യണം. Third one, cleanliness and cleanliness of mortuary is sustained. Means ശുചിത്വവും വൃത്തിയുമുള്ളതുമാണെന്ന് സ്ഥിരീകരിക്കണം. മോർച്ചറി ക്ലീനിങ് ഒക്കെ ഉണ്ട്, അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ടെന്ന് ഒന്ന് ഉറപ്പാക്കുക. Then security of the mortuary is observed and sustained. Security of the mortuary is observed. അതായത് മോർച്ചറിയുടെ ഒരു സുരക്ഷ നിലനിർത്തണമുണ്ട്. സെക്യൂരിറ്റി നിലനിർത്തണം. സെക്യൂരിറ്റി നിലനിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇപ്പോ ഏതെങ്കിലും കേസ് ആയിട്ട്, ഇപ്പൊ ക്രൈം മീൻസ് എന്തെങ്കിലും കേസ് പരമായിട്ടുള്ള
എന്തെങ്കിലും കേസുകളൊക്കെ ഉള്ള ഡെഡ് ബോഡീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സുരക്ഷിതമായിട്ട് തന്നെ സൂക്ഷിക്കണം. ഇനി എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നശിപ്പിക്കുകയൊക്കെ വന്നേക്കാം അല്ലെ. അപ്പോ അതിനൊന്നും കുഴപ്പമൊന്നും വരുത്താത്ത രീതിയിൽ ഡെഡ് ബോഡി എന്ത് ചെയ്യാം, സൂക്ഷിക്കണം. Then infection control standards and agendas are strictly sustained at all times. ഇൻഫെക്ഷൻസ് ഒക്കെ ഇൻഫെക്ഷൻസ് ഒന്നും കിടക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ അജൻഡാസ് സ്ട്രിക്ട്ലി ആയിട്ട് തന്നെ പാലിക്കണം. മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ എന്താണ് അജൻഡാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊസീഡിനുള്ള നടപടിക്രമങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ പാലിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ഒരു മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ നോക്കാം, ഓട്ടോപ്സി. എന്താ ഓട്ടോപ്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു വേർഡ് എന്താ നമ്മൾ ഓട്ടോപ്സിക്ക് പറയുന്നത്? ഓട്ടോപ്സി ചിലപ്പോ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല പറയുമ്പോ അല്ലെ. എന്താ ഓട്ടോപ്സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്നാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. ഓക്കെ, എന്താണ് പോസ്റ്റ്മോർട്ടം പറയുന്നത്? നമുക്ക് എന്താ തോന്നുന്നത്? മീൻസ് എന്താ അതിന്റെ ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് പറയാം? പോസ്റ്റ്മോർട്ടം ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് വിളിക്കാം? പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിനെ എക്സാമിനേഷൻ ചെയ്യുന്നതാണ് അല്ലെ. അതായത് ഡെഡ് ബോഡീസിന്റെ എക്സാമിനേഷൻ ഓഫ് എ ബോഡി നമുക്ക് വിളിക്കാം. നോക്കാം, ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. കോർപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? മൃതശരീരം, അതായത് ഡെഡ് ബോഡി, മൃതശരീരത്തിനെ കുറിച്ചുള്ള പഠനമാണ് ഓട്ടോപ്സി എന്ന് വിളിക്കുന്നത്. Is carried out for a clinical as well as medico-legal purpose. ക്ലിനിക്കലിനും അതായത് രോഗകാരണങ്ങളും എന്തെങ്കിലും എന്താണ് മരണകാരണം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ മെഡിക്കോ ലീഗൽ പർപ്പസിനും, അതായത് ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇതുപോലെ കേസുകളോ മറ്റും എന്തെങ്കിലും ആക്സിഡന്റ് കേസുകളോ അങ്ങനെയുള്ള കേസുകളൊക്കെ വരില്ലേ. ഇതുപോലെ തന്നെ പല അഡ്മിനിസ്ട്രേറ്റീവ് കേസുകളോ അങ്ങനെയുള്ള കേസസ് ഒക്കെ അതിനുള്ള പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ മനുഷ്യരുമായിട്ടുള്ള എല്ലാ ഡെഡ് ബോഡീസിനും ഓട്ടോപ്സി ചെയ്യാറുണ്ടോ? ഈ മരണപ്പെടുന്ന എല്ലാ വ്യക്തികൾക്കും ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾ പറഞ്ഞു അത് അത്യാവശ്യം വേണ്ടുന്ന റയർ കേസുകൾക്ക് മാത്രമാണ്. സ്വാഭാവിക മരണങ്ങൾക്കൊന്നും നമ്മൾ ഓട്ടോപ്സി ചെയ്യാറില്ല അല്ലെ. അപ്പോ അത്യാവശ്യം ഇതുപോലെ എന്തെങ്കിലും തെളിയിക്കാനായിട്ടോ മറ്റും ഉള്ള കേസുകൾക്കൊക്കെയാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. Clinical autopsy, loosely termed as pathological autopsy, is carried out to diagnose the disease which has led to the mortality when anti-mortem efforts have failed. അതായത് നമുക്കറിയാം ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമുക്ക് പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് വിളിക്കാം അല്ലെ. അപ്പോ ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതുപോലെ മരണ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ മറ്റുമൊക്കെ എടുക്കുന്നു അല്ലെ. അപ്പോ പാത്തോളജി ഓട്ടോപ്സി എന്ന് അറിയപ്പെടുന്ന ക്ലിനിക്കൽ ഓട്ടോപ്സി മരണത്തിലേക്ക് നയിച്ച ഒരു കാരണം ഉണ്ടാവും അല്ലെ. ആന്റിമോർട്ടം, മരണത്തിലേക്ക് നയിച്ച മരണത്തിന് മുൻപുള്ള എന്തെങ്കിലും എന്താണ് റീസൺ, ആ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മൾ ഈ ഓട്ടോപ്സിയിലൂടെ തെളിയിക്കുന്നതാണ്. ചിലപ്പോൾ റീസൺ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തി അല്ലെ, അതായത് ഇപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് കുഴഞ്ഞു വീണ മരണം എന്നൊക്കെ അതിന്റെയൊക്കെ കാരണങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഐഡന്റിഫൈ ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് ഈ ഓട്ടോപ്സി നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമുക്ക് ഓട്ടോപ്സി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിലുള്ള ഓട്ടോപ്സി ഉണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സിയും ഉണ്ട്, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. അപ്പൊ രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എടുക്കുകയാണെങ്കിൽ ക്ലിനിക്കൽ ഓട്ടോപ്സി, അതായത് നമ്മൾ പറഞ്ഞു ചികിത്സാപരമായിട്ടുള്ള എന്താണ് മരണകാരണം നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് മെയിൻ ആയിട്ട് ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഫസ്റ്റ് പോയിന്റ് വായിക്കാം. To establish the nature of the disease which has led to death when anti-mortem attempts have failed. നമ്മൾ പറഞ്ഞു എന്താണ് നേച്ചർ ഓഫ് ഡിസീസസ്, എന്താണ് രോഗം കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ ആ മരണത്തിന് മുൻപുള്ള when anti-mortem attempts have failed. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് നമ്മൾ ആ രോഗത്തിന്റെ സ്വഭാവം കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ ഇപ്പോ രോഗം പരാജയം അല്ലെ,
ഇപ്പൊ മരണത്തിന് മുൻപുള്ള ഒരു ശ്രമ പരാജയപ്പെടുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് കണ്ടെത്താനൊക്കെയാണ് ക്ലിനിക്കല് ചികിത്സാപരമായിട്ടുള്ള ഒരു മീനിങ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സിക്ക് ഉള്ളത്. മെയിൻ ആയിട്ട് ഡിസീസ് കണ്ടുപിടിക്കുക, എന്തുകൊണ്ടാണ് മരണപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കുക. Then second one, to study pathology of disease which has lead to death even when diagnosis has been established prior to death. അല്ലെ, അതായത് നമുക്കറിയാം മരണത്തിന് മുൻപ് രോഗനിർണയം നമ്മൾ കണ്ടുപിടിച്ചെങ്കിലും ആ രോഗത്തിനെ കുറിച്ചുള്ള പഠനം, ആ രോഗം എങ്ങനെ വന്നു അല്ലെങ്കിൽ ഇനി ഏത് വിധത്തിലാണ് രോഗം പിടിപെട്ടത് അതിനെ കുറിച്ചുള്ള പഠനം നടത്താനും നമുക്ക് ക്ലിനിക്കൽ ഓട്ടോപ്സി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. Then third one, ഇനി രണ്ട് പോയിന്റ് ആണ് ഉള്ളത്. അടുത്തത് മെഡിക്കോ ലീഗൽ, ദാറ്റ് ഈസ് ML ഓട്ടോപ്സി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നോക്കാം. ML അല്ലെങ്കിൽ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി is executed with the aim of providing answers to questions about identity, cause of death, time of death, situation of death, etc. is അതായത് ML മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് തരുന്നത്, ഐഡന്റിറ്റി, അതുപോലെ തന്നെ കോസ് ഓഫ് ഡെത്ത്, അവരുടെ കാരണം, ടൈം ഓഫ് ഡെത്ത്. ഇപ്പൊ നമുക്കറിയാം ചില ഡെഡ് ബോഡീസ് മരിച്ചിട്ട് എത്ര ടൈം ആയെന്നൊക്കെ അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ആയി എന്നൊക്കെ നമ്മള് ഈ ഓട്ടോപ്സിയിലൂടെയാണ് നമുക്ക് തെളിയിക്കാൻ പറ്റുന്നത്, അല്ലെ, അറിയാൻ പറ്റുന്നത്. ചിലപ്പോ മണിക്കൂറുകളായിട്ടുണ്ടാവും മരിച്ചു കഴിഞ്ഞിട്ട്, അതൊക്കെ ഈ ഓട്ടോപ്സിയിലൂടെയാണ് നമ്മൾ ഇത്ര മണിക്കൂറായി അല്ലെങ്കിൽ എവിടെ ഫോറൻസിക് റിപ്പോർട്ട്, അതെ ഫോറൻസിക് റിപ്പോർട്ട് പോലെ തന്നെ. അതായത് ക്ലിനിക്കലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ മരണകാരണം മാത്രം കണ്ടുപിടിക്കുന്നുള്ളൂ അവിടെ. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കേസുകളോ മറ്റും ഇപ്പോ ഇങ്ങനെ മരണകാരണം സ്ഥിരീകരിക്കാതെയുള്ള കേസുകളൊക്കെ ഇല്ലേ, ഇപ്പൊ ചിലപ്പോ എന്തെങ്കിലും എന്താ പറയാ ആക്സിഡന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റ് അങ്ങനെ ക്രൈമൊക്കെ ആയിട്ടുള്ള തരത്തിലുള്ള കേസുകളൊക്കെ ആണെങ്കിലാണ് നമ്മള് ആളുടെ ഫുൾ ഡീറ്റെയിൽസ് അറിയണം, അല്ലെ, അതായത് എപ്പോ മരിച്ചു അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ, ഇതിനുള്ള ഫുൾ ആയിട്ടുള്ള ലീഗൽ മെഡിക്കോ ലീഗലിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നത്. അപ്പൊ അതൊന്ന് ഓർത്തിരിക്കുക. മെഡിക്കോ ലീഗലിലാണ് ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ഇതൊക്കെ എല്ലാത്തിനുള്ള ഉത്തരം നമുക്ക് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയിലൂടെ ലഭിക്കുന്നു. Then is benefiting the law enforcing agencies to settle the crime, അല്ലെ. അപ്പോ ഇങ്ങനെയുള്ളത് നമ്മുടെ ക്രൈം, അതായത് ഇപ്പോ അന്വേഷണങ്ങൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞതുപോലെ ഫോറൻസിക് അന്വേഷണങ്ങൾ ചെയ്യുന്നതിനും എല്ലാം ഉപകരിക്കുന്നു, ബെനിഫിറ്റബിൾ ആണെന്ന്. പർപ്പസ് ഓഫ് അതാണ് നമ്മൾ മെഡിക്കോ ലീഗലിൽ പറയുന്നത്. ക്ലിനിക് എന്ന് പറഞ്ഞാൽ ആ രോഗകാരണം മാത്രം അവിടെ കണ്ടുപിടിക്കുന്നുള്ളൂ, എങ്ങനെ മരിച്ചു, എന്താണ് അതിനുള്ള ഡിസീസസ്, അതിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ക്ലിനിക്കലിൽ പറയുന്നത് ചികിത്സാപരമായിട്ട്. മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഫോറൻസിക് റിപ്പോർട്ടിനും മറ്റും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇത്തരം ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്തും എല്ലാം കണ്ടുപിടിക്കുന്നതാണ് മെഡിക്കോ ലീഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Then purpose of ML ആണ് കേട്ടോ, അത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണ്, MI ആണ്, ML ആണ് പർപ്പസ് ഓഫ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. എന്തൊക്കെയാണ് അതിന്റെ ഉദ്ദേശം നോക്കാം. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്, കൃത്യമായിട്ടുള്ള മരണത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാരണം കണ്ടെത്തുക. Then to establish identity of deceased means മരിച്ച ആളുടെ ഐഡന്റിറ്റി കണ്ടെത്താം. Then to find out time since death, കറക്റ്റ് എപ്പോഴാണോ മരണ സമയം കണ്ടെത്താനായിട്ട്. To collect trace evidence, തെളിവുകൾ ശേഖരിക്കാൻ. ഇപ്പോ മരിച്ച വ്യക്തിയിൽ എന്തെങ്കിലും തെളിവുകളൊക്കെ അവശേഷിക്കും ഇല്ലേ, നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളോട് അങ്ങനെ ചോദിച്ചാലാണല്ലോ കുറച്ചുകൂടി ക്ലിയർ ആവുന്നത്. ആ ഡെഡ് ബോഡിയിൽ നിന്നും എന്തെങ്കിലും തെളിവൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ സൂയിസൈഡ് ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ലെറ്ററൊക്കെ എഴുതാറെന്നൊക്കെ പറയും, അല്ലെ, ലെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ആളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ചെറിയ തെളിവുകളൊക്കെ ആ ഡെഡ് ബോഡിയിൽ ഉണ്ടാകും, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള തെളിവുകൾ ലഭിക്കുക. അതുപോലെ തന്നെ റീഓർഗനൈസേഷൻ ഓഫ് ക്രൈം സീൻസ്, അതായത് കുറ്റകൃത്യം വന്നത് എങ്ങനെയാണ് കുറ്റകൃത്യം നടന്നതെന്നൊക്കെ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു തെളിവോ അങ്ങനെയുള്ളൊരു കൃത്യങ്ങൾ നടന്ന ഒരു ആ സ്ഥലത്തിന്റെയോ എന്തെങ്കിലും ഒരു റീഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുനരാവിഷ്കരണം. മീൻസ് നമുക്ക് എവിടെ നിന്ന് എന്തെങ്കിലും തുരുമ്പ് കിട്ടുന്ന പറയില്ലേ, മീൻസ് ഒരു അടയാളം, അങ്ങനെ എവിടെയാണോ സിറ്റുവേഷൻസ് അതിന്റെ ഒരു അടയാളം നമുക്ക് ലഭിക്കുന്നു. ക്ലോസ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ ഓക്കെ, ഇവിടെ ക്ലോസ്. ഓ, ഇങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട്
എനിക്ക് തോന്നി ക്ലൂസ് ആണോ എന്നൊരു ഡൗട്ട് തോന്നി. ഓക്കെ, ക്ലൂ. Then അതിന്റെ ലാസ്റ്റ് നമ്മൾ ചുരുക്കി പറയണേ, even though procedures of both autopsy is same. നമ്മൾ രണ്ട് തരത്തിലുള്ള ഓട്ടോപ്സി പറഞ്ഞു, ക്ലിനിക്കൽ ഓട്ടോപ്സിയും അതുപോലെ തന്നെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയും. രണ്ട് ഓട്ടോപ്സിയും സെയിം പ്രൊസീജിയർ ഒക്കെ തന്നെയാണ്. They dissimilar in some aspects. പക്ഷെ ഒരു വ്യത്യാസം മാത്രം രണ്ട് ഓട്ടോപ്സിയിലും വരുന്നുണ്ടെന്ന്. എന്താണ് വ്യത്യാസം എന്ന് നോക്കാം. യൂഷ്വലി ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോംഡ് ബൈ പാത്തോളജിസ്റ്റ്. ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു പാത്തോളജിസ്റ്റ് ആയിരിക്കുന്നത്. പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ രോഗനിർണയം കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു വിദഗ്ധൻ. സോ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു പാത്തോളജിസ്റ്റ് ആയിരിക്കും. നേരെ മറിച്ച് ML ഓട്ടോപ്സി ചെയ്യുന്നത് ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും. കാരണം എന്താണ്? കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് അവിടെ, അല്ലെ? സോ ML ഓട്ടോപ്സി ചെയ്യുന്നത് ആരായിരിക്കും? ഫോറൻസിക് എക്സ്പേർട്ട്. ആ ഒരു കാര്യം എക്സാമിന് ചിലപ്പോൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതൊന്ന് പഠിച്ചു വെക്കുക. ഫിസിക്കലി ചെയ്യുന്നത് ഒരു പാത്തോളജിസ്റ്റ്. വേറെ ഡീറ്റെയിലൊന്നും അവിടെ നോക്കുന്നില്ല, രോഗം കണ്ടുപിടിക്കാനൊക്കെ ആണല്ലോ. മെഡിക്കൽ ലീഗൽ ചെയ്യുന്നത് ഒരു ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും. നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ഫിഫ്ത് പോയിന്റ് ആണ് പറഞ്ഞത്, റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ എന്തെങ്കിലും ക്രൈം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൃത്യങ്ങൾ നടന്നതിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ ഒരു പുനരാവിഷ്കരണം. അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ക്ലൂവോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തരത്തിലുള്ള ഇത് കിട്ടുക, ആ പോസ്റ്റ്മോർട്ടം തെളിവ് കിട്ടില്ലേ, അതിനെ തന്നെയാ പറയുന്നത്. ഇമ്പോർട്ടന്റ് പറയാം. നമുക്ക് ആ ഫ്യൂണറൽ ഹോംസിന്റെ ഒന്ന് ചെറിയൊരു നോട്ടൊന്ന് എഴുതാനുണ്ട്. ഒന്ന് നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. നോട്ട്ബുക്ക് എടുക്കാം. നോട്ട്ബുക്ക് എടുത്തോളൂ. ഫ്യൂണറൽ ഹോം എന്ന് എഴുതിക്കോളൂ കേട്ടോ. ഫ്യൂണറൽ ഹോം എന്താണ്? ഫ്യൂണറൽ ഹോം എന്ന് എഴുതാം. ഫ്യൂണറൽ ഹോം. പറഞ്ഞോട്ടെ, എഴുതിക്കോളൂ. ഫ്യൂണറൽ ഹോം. A place where the dead are dead. A place where the dead are. സ്പെല്ലിംഗ് വേണോ? ചെറിയ കുട്ടികൾ അതിന്റെ തൊട്ട് പറഞ്ഞു കൊടുത്ത് എഴുതുന്നില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള സ്പെല്ലിംഗ് ഒന്നല്ല. A place where dead, DEAD, dead ആണ് കേട്ടോ, dead. A place where dead are. A place where dead are prepared for burial. BURIAL, burial. A place where dead are prepared for burial or cremation. CREMATION. And funerals. Spelling ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അറിയാത്തവരൊന്ന് നോക്കി എഴുതിക്കോളൂ. Funerals are held. HELD, held.
A place where the dead are prepared for burial or cremation and funerals are held. Then അടുത്തത് നെക്സ്റ്റ് എഴുതിക്കോളൂ. ഓട്ടോപ്സി എന്ന് ചെറിയൊരു ഹെഡിങ് കൊടുക്കട്ടോ. ഓട്ടോപ്സി നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ് എന്ന്. എങ്കിലും ഒറ്റ സെന്റൻസ് കൂടി ഒന്ന് എഴുതിക്കോളൂ. ഓട്ടോപ്സി. ഓട്ടോപ്സി എന്താണെന്ന് എഴുതാം. An examination of body, B-O-D-Y, an examination of body after death. മരണശേഷം നമ്മുടെ ബോഡിനെ എക്സാമിനേഷൻ ചെയ്യുന്നത്. An examination of body after death. Then അതിന്റെ താഴെ ഒരു കാര്യം കൂടെ ഒന്ന് എഴുതിച്ചോളൂ. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് എഴുതാം കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്നിട്ടൊരു ഹൈഫൻ ഇടാം. പാത്തോളജിസ്റ്റ് എന്ന് എഴുതിക്കോളൂ. ക്ലിനിക്കൽ ഓട്ടോപ്സി ഹൈഫൻ ഇട്ടിട്ട് പാത്തോളജിസ്റ്റ്. പാത്തോളജിസ്റ്റ് ആണ് ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. Then അതിന്റെ താഴെ ML ഓട്ടോപ്സി, മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ഹൈഫൻ ഇട്ടിട്ട് ഫോറൻസിക് എക്സ്പേർട്ട്. ഫോറൻസിക് എക്സ്പേർട്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഹൈഫൻ ഇടാ പാത്തോളജിസ്റ്റ്. Then ML ഓട്ടോപ്സി ഹൈഫൻ ഇടാ ഫോറൻസിക് എക്സ്പേർട്ട്. ആരാണ് ചെയ്യുന്നത്? എഴുതിയോ? ആ രണ്ടെണ്ണം എഴുതിയത് ചെറിയൊരു ബോക്സ് പോലെ ഒന്ന് വരച്ചു വെച്ചേക്കട്ടോ. രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ബോക്സ് ആക്കാം. ക്ലിനിക്കലും ML ഓട്ടോപ്സി ചെയ്യുന്നത് ആരാണെന്നുള്ളത് ചെറിയൊരു കുഞ്ഞു ബോക്സ് പോലെ പെട്ടെന്ന് നമുക്ക് നോക്കുമ്പോൾ പഠിക്കാൻ പറ്റണം. ഓക്കെ, എഴുതി കഴിഞ്ഞ എല്ലാവരും കംപ്ലീറ്റ് ആയോ? ഫോറൻസിക് എക്സ്പേർട്ട്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് വരാം. അപ്പൊ നമ്മള് ഫസ്റ്റ് വൺ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു ടോം മോർഗ്യൂ ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. അതിന്റെ മീനിങ് ടു സോളംറ്റി, ട്യൂട്ടർ, ഡെഫി. അത് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് അത്. Then need for മോർച്ചറിയില് ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഫങ്ഷൻസ് ഓഫ് മോർച്ചറിയില് 72 hours ഇമ്പോർട്ടന്റ് ആണ്, അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലെയിം ചെയ്യാത്ത ബോഡി 72 hours ആണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. Then നമ്മൾ ലൊക്കേഷൻസ് പറഞ്ഞു. ലൊക്കേഷൻസില് COPP ഇമ്പോർട്ടന്റ് ആണ്, കമ്മിറ്റി ഓൺ പ്ലാൻ പ്രൊജക്ട്. Then ഫങ്ഷണൽ ഏരിയാസ് ആണ്. നിങ്ങൾ കുറെ മീറ്റർ സ്ക്വയർ ഒക്കെ ഉണ്ട്, അത് ഇമ്പോർട്ടന്റ്, കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യില്ല, ജസ്റ്റ് വായിച്ചു പോയിക്കോളൂ. അങ്ങനെ എടുത്തൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല. പോസിറ്റീവ് ടെമ്പറേച്ചറും നെഗറ്റീവ് ടെമ്പറേച്ചറിൽ കറക്റ്റ് ആ ടെമ്പറേച്ചറിന്റെ അളവ് കൃത്യമായിട്ട് തന്നെ പഠിക്കണം. പോസിറ്റീവിലെയും നെഗറ്റീവിലെയും തന്നെ പഠിച്ചു പോകണം കേട്ടോ. പിന്നെ നമ്മൾ ടൈപ്പ് ഓഫ് മോർച്ചറി, 3 ടൈപ്പ് മോർച്ചറികൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ മനസ്സിലാക്കി വെക്കാം. വെയിറ്റിംഗ് മോർച്ചറി എന്താണ്, ഹോസ്പിറ്റൽ മോർച്ചറി എന്താണ്. അവിടെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്, മോർട്ടീഷ്യൻസ് അല്ലെ. കാരണം മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണലാണ് മോർട്ടീഷ്യൻസ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ നമ്മള് മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഓട്ടോപ്സി അല്ലെ, സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്.
പിന്നെ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. അതായത് രണ്ട് ടൈപ്പ് ഓട്ടോപ്സിയും ചെയ്യുന്നത് ആരാണെന്ന്. മെഡിക്കൽ ആണെങ്കിൽ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണെങ്കിൽ ഫോറൻസിക് എക്സ്പെർട്ട് ആയിരിക്കും. ക്ലിനിക്കൽ ഓട്ടോപ്സി ആണെങ്കിൽ പാത്തോളജിസ്റ്റും ആയിരിക്കും. അത് കുറച്ച് പ്രാധാന്യം കൊടുത്തത് പഠിക്കാം. തിരിച്ചും മറിച്ചൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞു ചാപ്റ്റർ ആയിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കാൻ പറഞ്ഞത് കുറച്ച് പ്രാധാന്യം കൊടുത്തതിന് പഠിക്കാം. ബാക്കിയുള്ളത് സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയാറില്ല, വായിക്കണം. ഓക്കെ, അപ്പോ എന്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി തീരാനുണ്ട്. മാമിന്റെ ക്ലാസ് തീരാനുണ്ട് അല്ലെ? ഇനി വേറെ ക്ലാസ്സുകൾ ഏതൊക്കെയാ തീരാനുള്ളത്? ബാക്കി ഒരുവിധം അല്ലെ കുറച്ച് പോർഷൻസ് കൂടെ നമുക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് അല്ലെ? എന്തായാലും നമുക്ക് എക്സാം ഒക്കെ നടത്തണം. അപ്പൊ പോർഷൻസ് കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ലാബ് ഫാർമസി. ഓക്കെ, അപ്പോ പോർഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്റ്റഡി ലീവ് ഒക്കെ തരും. എന്നിട്ട് നിങ്ങൾക്ക് എക്സാം ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഞാൻ എടുത്ത പോർഷൻസ് പിന്നെ അടുത്തത് നിഷ മാമിന്റെ ഫാർമസിയുടെ ചാപ്റ്ററിന്റെ അത് എടുത്ത് വെച്ചോളൂ. മിസ്സായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. നിഷാമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും കാണുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിൽ തന്നെ സൂക്ഷിക്കുന്ന മോർച്ചറീസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അവിടുത്തെ ഒരു സ്റ്റാഫ്, അതായത് സാലറി കൊടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാഫാണ് മോർട്ടീഷ്യൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോപ്സിക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഫോറൻസിക് പർപ്പസിലൊക്കെ വേണ്ടിയിട്ടാണ് ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ മോർച്ചറി. ഓക്കെ ഓക്കെ, അപ്പൊ നിഷ മാമിന്റെ ക്ലാസ് ആയിരിക്കോട്ടെ ഇനി നെക്സ്റ്റ് വരുന്നത്. ആരും പോകരുത്, ക്ലാസ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊക്കെ എക്സാം ഒക്കെ പഠിച്ചെഴുതാം. ചിലപ്പോ ഇനി ക്ലാസ് എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണുന്നത്. ആന്റി മോർട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരിച്ച ശേഷം എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് വേറെ ഡിസീസ് സ്വാഭാവിക മരണങ്ങളുള്ള ഡെഡ് ബോഡീസ് മാത്രമാണ് പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. വേറെ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ളതോ റയർ കേസുകളോ ഒന്നും അങ്ങനെ അത്തരത്തിലുള്ള ഡെഡ് ബോഡീസ് ഒന്നും അവിടെ സൂക്ഷിക്കാറില്ല. ഓക്കെ, ഇനി ബാക്കി നന്നായിട്ടൊക്കെ പഠിക്കുക എല്ലാവരും. മാമിന്റെ ക്ലാസ് ഒന്ന് എടുത്തേക്കാം കേട്ടോ. ലാബിന്റെ പോർഷൻസ് ഒന്ന് എടുത്തു വെച്ചേക്കും. നെക്സ്റ്റ് മൊഡ്യൂൾ പഠിപ്പിക്കാനുണ്ട് കേട്ടോ. അതല്ല ഇനി ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ, good afternoon. Good afternoon. Yeah. Good afternoon. Miss, good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. That's all then. Okay, നമുക്ക് തുടങ്ങാം.
Okay. ഓക്കെ, നമുക്ക് എവിടുന്ന എടുക്കാനല്ലേ? ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് അല്ലേ? അവിടെ തുടങ്ങിയല്ലേ എടുക്കണ്ടേ? ഇന്നലെ നമ്മൾ അവിടെയാണ് നിർത്തിയത്. ഐ തിങ്ക് സോ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് തുടങ്ങി എടുക്കണം. യെസ്, അപ്പൊ എന്താണ് ഇന്റൻഡിങ് ഓഫ് ഡ്രഗ്സ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് മീൻസ് ടു മേക്ക് ഓർ ടു forward a purchasing order or to place a requisition for drugs. അതായത് നമുക്ക് പുതിയതായിട്ട് ഹോസ്പിറ്റൽ ഫാർമസിയിൽ വാങ്ങി വെക്കേണ്ട മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള റിക്വിസിഷൻസ് പ്രിപ്പയർ ചെയ്യുക. എന്നുവെച്ചാൽ പർച്ചേസിംഗ് ഓർഡർ, അതായത് ഏതൊക്കെ മെഡിസിൻസ് ഉൾപ്പെടുത്തണം, പുതിയ മെഡിസിൻസ് കൊണ്ടുവരേണ്ടത്, ഏതെങ്കിലും പഴയ മെഡിസിൻസ് ഇരിക്കുന്നത് തീർന്നു പോകാറുണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ട് മേക്ക് എ ഇന്റന്റ് ഫോം. അതിന് വേണ്ടിയിട്ട് ഒരു പർച്ചേസിംഗ് ഓർഡർ തയ്യാറാക്കണമെങ്കിൽ അത് നമ്മൾ ഇന്റന്റ് ഓഫ് ഡ്രഗ്സ് എന്ന് വിളിക്കുക. മനസ്സിലായോ? പുതിയതായിട്ട് വാങ്ങിക്കേണ്ട മരുന്നുകളുടെ ഒരു ഓർഡർ ലിസ്റ്റ്. അപ്പൊ അതിനകത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? വൈ പർച്ചേസിംഗ് ഡ്രഗ്സ്, മെഡിസിൻസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. സോ വാട്ട് ആർ ദ തിങ്സ്? അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First of all, every hospitals have a clear hospital formulary which contains 250 to 300 drugs. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ, അതായത് ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റില് മെഡിസിൻസിന്റെ ലിസ്റ്റിനെയാണ് നമ്മൾ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് വിളിക്കുക. അതിനകത്ത് ഏകദേശം 250 മുതൽ 300 ടൈപ്പ് ഓഫ് മെഡിസിൻസ് ഉണ്ടായിരിക്കും. എല്ലാം ഒരുപോലത്തെ എന്നല്ല ഉദ്ദേശം, ഒരുപോലത്തെ തന്നെ 350 അല്ല 250 300 മെഡിസിൻസ് ഉണ്ടാവുന്നല്ല. പല ടൈപ്പിലുള്ള 250 മുതൽ 300 ഡ്രഗ്സ് വരെ ഓരോ ഹോസ്പിറ്റൽസിന്റെയും ഫോർമുലറിയിൽ ഡ്രഗ് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അത് അവരോട് പറഞ്ഞ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓരോ എത്ര യൂണിറ്റ് വീതം വേണം എന്നനുസരിച്ച് അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഒരു ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഏകദേശം നമ്പർ ഓഫ് മെഡിസിൻസ് ഓർ ഡ്രഗ്സ് വിച്ച് ആർ സ്റ്റോർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 250 to 300 ഡ്രഗ്സ് ആണ്. 250 മുതൽ 300 ഡ്രഗ്സ് ആണ് അതിനകത്ത് ഉണ്ടായിരിക്കുക, കണ്ടെയ്ൻ ചെയ്യുക. And the drugs which have to be intended to be kept in mind the safety stock level of the drugs. അതായത് ഓരോ മെഡിസിൻസും എപ്പോഴും നമുക്ക് പുതിയ ഓർഡർ വെക്കണം. ഏത് ലെവലിലേക്ക് എത്തുമ്പോൾ, എത്ര യൂണിറ്റ് വരെയും ആകുമ്പോഴേക്കും അടുത്ത ഓർഡറിനുള്ള പ്ലേസ്, എന്താ പറയാ, പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളത് ഇവർക്ക് അറിഞ്ഞിരിക്കണം. ആർക്ക്? ഹോസ്പിറ്റൽ ഫോർമുലറി തയ്യാറാക്കുന്നവർക്കും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ഫാർമസിക്കാർക്കും. ഇപ്പൊ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഡിസിൻ അതൊരു 1000 എണ്ണം അവരുടെ കയ്യിലുണ്ട്. ഒരു 300 എണ്ണം ആകുമ്പോഴേക്കും അത് സേഫ്റ്റി ലെവലാണ്. 300 കഴിഞ്ഞാൽ ഡേഞ്ചർ ലെവലിൽ പോകും. അപ്പൊ നമുക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഒരു 300 എണ്ണമെങ്കിലും ആ ഒരു മെഡിസിൻ ആകുമ്പോൾ പ്ലേസ് അനദർ ഓർഡർ ഫോർ ദാറ്റ് പർട്ടിക്കുലർ മെഡിസിൻ. ആ ഒരു മരുന്നിന് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യണം. കാരണം അതിന് പ്ലേസ് ചെയ്ത് അത് നമ്മൾ അവർക്ക് സപ്ലൈസിനെ കണ്ടെത്തി അവരിൽ നിന്ന് അത് വാങ്ങിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ച് സമയമൊക്കെ എടുക്കുമായിരിക്കും. അപ്പൊ ബൈ ദാറ്റ് ടൈം, ആ ഒരു സമയം കൊണ്ട് ചിലപ്പോൾ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാക്കി ഉണ്ടായിരുന്ന 100 വേണമെങ്കിൽ പോയി ചിലപ്പോൾ വെറുതെ നിസ്സാരം നമ്പർ ഓഫ് മരുന്നുകളായി മാറും. അപ്പൊ അത് വരാതിരിക്കാനായിട്ട് ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ എത്തുമ്പോഴേക്കും they have to make another purchase. പുതിയ മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ഓർഡർ അല്ലെങ്കിൽ ഇന്റന്റ് വെക്കണം എന്നാണ്. മനസ്സിലായോ? ആ പോയിന്റ് എന്താണ്? പോയിന്റ് ക്ലിയർ ആയോ? ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഡ്രഗ്സിന് എപ്പോഴാണ് പുതിയതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ഓർഡർ കീപ്പ് ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ മൈൻഡിൽ ഉണ്ടായിരിക്കണം അവരുടെ. ക്ലിയർ? മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി അങ്ങനെ നമ്മൾ ആ ഒരു സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ആകുമ്പോൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്ത് പുതിയ മെഡിസിൻസ് കൊണ്ടുവന്ന് അവിടെ സ്റ്റോർ ചെയ്യണം. അല്ലെങ്കിൽ പെട്ടെന്നൊക്കെ ചിലപ്പോൾ ചില അസുഖങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൂടെ ഒരു പകർച്ചവ്യാധി പോലെ ഇങ്ങനെ ചിലപ്പോൾ പകർന്നു കഴിഞ്ഞാൽ മെനി പേഷ്യൻസ്, ഒരുപാട് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് ഈ ഒരു മരുന്നുകൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ട മരുന്നുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേഷ്യൻസ് വന്നേക്കാം. അപ്പൊ അത് പെട്ടെന്ന് തീർന്നു പോകും. ഡിസ്പെൻസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു പോകുമല്ലോ. അപ്പോഴേക്കും പിന്നെന്താ പറയാ, അവർക്ക് മെഡിസിൻ ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ലെവൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ വരുമ്പോഴേക്കും പുതിയ ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള ഇന്റന്റ് കീപ്പ് ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി.
they have to keep in mind or they have to prevent the overstocking and also theft. ഇങ്ങനെ അവര് കൂടുതൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മളിപ്പോ സേഫ്റ്റി സ്റ്റോക്ക് ലെവലായി അപ്പൊ നമ്മള് കുറച്ചും കൂടി മെഡിസിൻസ് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യണം. പക്ഷെ അവര് കൊണ്ട് സ്റ്റോർ ചെയ്യുമ്പോഴും അത് ഓവർസ്റ്റോക്കിംഗ് അല്ല എന്നുകൂടി എൻഷുർ ചെയ്യണം. എന്നുവെച്ചാൽ എന്താ, അധികമായിട്ട് നമുക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യുന്നു അത് വേണ്ടാതെ അതില്ലാതെയും നോക്കണം. മാത്രമല്ല അങ്ങനെ വന്ന ഓവർസ്റ്റോക്കിംഗ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് അറിയാമോ, ചിലപ്പോഴൊക്കെ അവിടെ നിന്ന് പല യൂണിറ്റുകളും മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് എങ്ങനെയെങ്കിലൊക്കെ മോഷണം പോകാൻ സാധ്യത, ഏതായാലും കുറെ ഇരിക്കുകയല്ലേ, അപ്പൊ കുറെ ഉള്ളത് ഇന്ന് കുറച്ചൊക്കെ എടുത്താലും ആരും അറിയാൻ പോകുന്നില്ല. അത് പല രീതിയിലും ആരെങ്കിലും ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും വിധേന ഇത് മേ ബി ലോസ്റ്റ്, അതെങ്ങനെയെങ്കിലും ലോസ്റ്റ് ആയി പോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ, തെറ്റാകാം, അങ്ങനെയൊക്കെ വരാൻ സാധ്യത. അപ്പൊ ഓവർ സ്റ്റോക്കിംഗ് ഒഴിവാക്കണം, എന്നാൽ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഓവർ സ്റ്റോക്കിംഗും പാടില്ല, എന്നാൽ സേഫ്റ്റിയുടെ ലെവലിൽ നിന്ന് താഴേക്ക് പോകണ്ട. സോ ദാറ്റ് ദേ ഷുഡ് ഫോളോ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതുകൊണ്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതായത് വളരെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് ആ ഒരു പദ്ധതിയിൽ മെഡിസിൻ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാം, നമുക്ക് ബെനിഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ, നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ആ മെഡിസിൻസ് സ്റ്റോർ ചെയ്യാം. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള നഷ്ടവും വരുന്നില്ല, അത് നമുക്ക് നേട്ടമേ ഉണ്ടാക്കുന്നുള്ളൂവെങ്കിൽ ആ രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് മെഡിസിൻസിന് ഓർഡർ പ്ലേസ് ചെയ്യാൻ. എന്താണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് താഴെ പറയുന്നുണ്ട്, അന്നേരം പറയാം. ബിക്കോസ് അത് അവിടെ ഒരു നോട്ട് പോലെ നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല, അന്നേരം പറയാം. ഓക്കെ, അപ്പൊ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്ത് അവർ മെഡിസിൻസ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, ഓവർ സ്റ്റോക്കിങ്ങും ഉണ്ടാവില്ല, അതുപോലെ ആരും കൊണ്ട് എടുത്തോണ്ട് പോകുന്ന മോഷണം പോകുന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ ആ ഒരു രീതി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. അത് മെഡിസിൻസിന്റെ കാര്യത്തിലായാലും മറ്റ് ബിസിനസ് നടത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പല ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്നവര്, എന്താ പറയാ, ചെറുപ്പ് കട നടത്തുന്നവര്, ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഈ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്താണ്, അത് ആളുകൾക്ക് ആവശ്യത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല വിൽക്കാൻ വേണ്ടിയിട്ടാണ്, സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് കണ്ണെങ്കിൽ പണ്ട് മുഴുവൻ കൊണ്ട് ഓവർ സ്റ്റോക്കിംഗ് വെച്ചാൽ എന്താ പറ്റുക, പല രീതിയിലും അത് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളുണ്ട്. അത് മരുന്നിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും. ഒരുപാട് ജോലിക്കാര് ജോലി ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെ, ഒരുപാട് മനുഷ്യന്മാര് തിരിഞ്ഞിറങ്ങി പോകുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ മിസ്സായി പോകാനും ഒക്കെ ഉള്ള ചാൻസസ് കൂടുതലുള്ള ഇതാണ്. അപ്പൊ അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഫോളോ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. should be issued as soon as possible when the critical level is reached. അതായത് നമ്മളുടെ ഈ ക്രിട്ടിക്കൽ ലെവൽ എന്ന് വെച്ചാൽ സേഫ്റ്റി ലെവലിന്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തായി, ക്രിട്ടിക്കൽ ലെവലായി, ഡേഞ്ചർ ലെവലായി, അതിനേക്കാൾ മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോണ്ട്. അതായത് പുതിയ മെഡിസിൻസ് വാങ്ങിക്കാനുള്ള ഓർഡർ ഇവിടെ ഇന്ന് തയ്യാറെടുപ്പൊക്കെ നടത്തി പതുക്കെ വാങ്ങി തുങ്ങിയൊക്കെ വന്നിട്ട് കാര്യമില്ലാതെ, അതായത് സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഓർഡർ അടുത്ത യൂണിറ്റുകൾ വരുത്താനുള്ള ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നേരത്തെ കുട്ടിയൊക്കെ ഡിസൈൻ ചെയ്തൊക്കെ വെച്ചോളാം. എന്നിട്ട് ഡേഞ്ചർ സ്റ്റോക്ക് ലെവലിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ സാധനം പ്ലേസ് ചെയ്തിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഓർഡർ കൊടുത്തിരിക്കണം. അല്ലാണ്ട് ഇവിടെ ഡേഞ്ചർ ലെവലിലേക്ക് എത്തട്ടെ എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാമെന്നല്ല, അതിന് മുമ്പേ തന്നെ നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങൾ നടത്തിക്കൊള്ളണം. എന്നിട്ട് ഡേഞ്ചർ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം, പുതിയ മെഡിസിൻസ് കൊണ്ടുവരാനുള്ള ഓർഡർ പ്ലേസ് ചെയ്യണം. ആൻഡ് വൈ മെഡിസിൻസ് ഓർ ഡ്രഗ്സ് വിച്ച് ഹാവ് ടു ബി ഇമ്പോർട്ടഡ് ഫ്രം സം അതർ പ്ലേസസ്, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരേണ്ട മരുന്നുകളാണെങ്കിലോ അപ്പൊ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇറ്റ് ഷുഡ് ബി ഗിവൺ ആംപിൾ ടൈം ടു റീച്ച് ഹോസ്പിറ്റൽ. അതായത് അത് നമ്മുടെ അത്തരം മരുന്നുകൾ പുറത്തുനിന്നൊക്കെ ഇറക്കുമതി ചെയ്യേണ്ട മരുന്നുകളാണെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ കൊണ്ടുവരേണ്ട മരുന്നുകളാണെങ്കിൽ അതിവിടെ എത്താനുള്ള സാവകാശം ടൈമിങ്ങോടുകൂടി നോക്കണം. നമ്മളിവിടെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, നമുക്ക് അതിന് അവർക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള മെഡിസിൻസ് ഇവിടെ ഇല്ലാന്ന് വിചാരിക്കാം. ഐ ഷുഡ് ബി ഇമ്പോർട്ടഡ് ഫ്രം സം അതർ പ്ലേസസ്, മറ്റേതെങ്കിലും രാജ്യത്ത് നിന്ന് കൊണ്ടുവന്ന് വിചാരിക്കാം. അതുകൊണ്ട് രാജ്യത്ത് നിന്ന് ഇവിടേക്ക് എത്താനായിട്ട് ഇപ്പൊ ഒരു 3-4 ദിവസം പിടിക്കുമെന്ന് വിചാരിക്കാം. പക്ഷെ അതുവരെയും നമുക്ക് ഈ ആളുടെ ലൈഫിനെ നമുക്ക് എന്താ പറയാ ഇങ്ങനെ ലൈഫ് പിടിച്ചു നിർത്താനായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിലോ നമ്മളത് വിട്ട് കളയുന്നതാണ് നല്ലത്, അല്ലെ. അതായത് നമ്മളെ കൊണ്ടത് പറ്റില്ല. അപ്പൊ സോ നമ്മൾ സജസ്റ്റ് ചെയ്യാം, ഇവിടെ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള മെഡിസിൻസ് ഇല്ല, ഇറ്റ് ഷുഡ് ബി ഇമ്പോർട്ടഡ് ഫ്രം സം അതർ. പക്ഷെ ഇതിനുള്ള സമയമെടുക്കും, അതിന് ഇത്ര ദിവസം എടുക്കും ഇത് ഇവിടെ എത്താനായിട്ട്. അപ്പൊ അത്രയും സമയം കൊണ്ട് നമുക്ക് അത് പിടിച്ചു നിർത്താൻ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റൽസിലേക്ക് ആണ് ഇവരെ വിടാനായിട്ടുള്ള സജഷൻസ് കൊടുക്കേണ്ടത്. അല്ല, അപ്പൊ നമുക്ക് അതിനുള്ള സമയം ഉണ്ടെങ്കിൽ അത് കിട്ടാൻ ഇവിടെ എത്താനുള്ള സമയം കൂടി നമ്മൾ
കാൽക്കുലേറ്റ് ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട് പുതിയ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനായിട്ട്. ഒരു ഉദാഹരണം പറയാം, നമ്മളും ഒത്തിരി സാധനങ്ങൾ പുറത്തു നിന്നൊക്കെ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കുന്നവരല്ലേ. ഡ്രസ് മെറ്റീരിയൽസ് വാങ്ങിക്കും, വീട്ടിലുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കും. അപ്പൊ ഈ ഡ്രസ് മെറ്റീരിയൽസിനൊക്കെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോ ഓർഡർ ചെയ്ത് ഞാൻ ഇങ്ങനെ സാധനം വാങ്ങിക്കും. നമ്മളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ പല കുറെ ആൾക്കാരുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിനൊക്കെ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും, ഇന്ന ദിവസമാണ് ഫംഗ്ഷൻ, 25-ാം തീയതി ഫംഗ്ഷൻ ആണ്, അപ്പൊ എനിക്ക് 25-ാം തീയതി കിട്ടുമോ, നമ്മളത് നോക്കും. അപ്പൊ നോക്കുമ്പോൾ അവിടെ 28-ാം തീയതി ഡെലിവർ ചെയ്യുമെന്ന് നമുക്ക് അവിടെ ഡേറ്റ് ഒക്കെ കാണിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ 25-ാം തീയതി പോകേണ്ട ഫംഗ്ഷൻ 28-ാം തീയതി നമുക്ക് ഡ്രസ് കിട്ടിയത് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് അതിന് നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിരുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നേരത്തെ സെർച്ച് ചെയ്ത് നോക്കി നമ്മൾ അതിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യണമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് മെഡിസിൻസിന്റെ കാര്യത്തിലും. അത് ഇവിടെ എത്താനായിട്ട് എടുക്കുന്ന സമയം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വേണം എന്ത് ചെയ്യാനായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണം. അതാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഇമ്പോർട്ട് ചെയ്യേണ്ട മെഡിസിൻസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ ആംബിൾ ടൈം, സമയം ആവശ്യത്തിന് കൊടുത്തിരിക്കണം. Then after placing the order, the drugs will be reached at the hospital. നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്തു, സപ്ലൈയേഴ്സ് നമുക്ക് ആ ഓർഡർ അനുസരിച്ചുള്ള മരുന്നുകൾ ഇവിടെ ഹോസ്പിറ്റൽസിൽ കൊണ്ടുവന്നെത്തിക്കും. സോ ദ ഫാർമസി ഹാസ് ടു റിസീവ് ദാറ്റ് ഡ്രഗ്സ്. അവരെന്ത് ചെയ്യണം, ആ ഡ്രഗ്സ് സ്വീകരിക്കണം, വാങ്ങിക്കണം. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടത് നമുക്ക് തിരിച്ചയക്കാൻ പറ്റുമോ? പാടില്ല. അത് വാങ്ങിക്കണം, റിസീവ് ചെയ്യണം. റിസീവ് ചെയ്തതിനു ശേഷം all the drugs received should be checked, weighed, its batch number, quantities and also date of expiry. ഈ സാധനം ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ചെക്ക് ചെയ്യാം, അതിന്റെ ബാച്ച് നമ്പർ ചെക്ക് ചെയ്യാം, ക്വാണ്ടിറ്റീസ് ചെക്ക് ചെയ്യാം, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യാം, സകലതും ചെക്ക് ചെയ്ത് കൺഫേം വരുത്തുക. അല്ലാണ്ട് അതുകൊണ്ടൊന്ന് വാങ്ങിച്ചു വെച്ചിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടു വെച്ച് നമ്മുടെ കയ്യൊരുമ്പ് പോലെ പോയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 2 ദിവസം 3 ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് അന്നേരം അവർ പറയും അപ്പൊ തന്നെ നോക്കിയില്ലേ എന്ന് ചോദിക്കും. പലർക്കും നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ അന്നേരം എന്തുകൊണ്ട് നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങിച്ചില്ല, നോക്കി എടുത്തില്ല, ഇറ്റ്സ് യുവർ ഫോൾട്ട്, നമ്മുടെ ഫോൾട്ട് ആണ് അത്. നമ്മൾ എന്ത് സാധനവും ഇതുപോലെ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യും ബിഫോർ യൂസിങ്. അത് ആസ് സൂൺ ആസ് പോസിബിൾ. ഇപ്പൊ നമുക്ക് പറ്റാത്താണെങ്കിൽ റിട്ടേൺ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് റിട്ടേൺ ചെയ്യും. അപ്പൊ അതുപോലെ ഡ്രഗ്സിന്റെ കാര്യത്തിലാകുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കെയർഫുൾ ആകേണ്ട കാര്യമാണ്. ബിക്കോസ് ഈ പറയുന്ന മരുന്നുകൾ നമുക്ക് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്ത് ഡോക്ടേഴ്സിന് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൊടുത്ത ഓർഡർ വെച്ചിട്ട് തന്നെയാണോ ഈ സംഭവങ്ങളൊക്കെ വന്നേക്കണേന്ന് അതിന്റെ വെയിറ്റ്, ബാച്ച് നമ്പർ എല്ലാം തന്നെ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ട് വേണം അത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ. ആൻഡ് ഇഫ് നെസസറി റാൻഡം സാമ്പിൾസ് ഷുഡ് ബി ഡൺ ഫോർ മേക്കിംഗ് ഷുവർ ഓർ ദ ക്വാളിറ്റി ഓഫ് ദ മെഡിസിൻസ്. ഈ മെഡിസിൻസിന്റെ ഒക്കെ ക്വാളിറ്റി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, റാൻഡം സാമ്പിൾസും നടത്തേണ്ടി വരും. റാൻഡം സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സാമ്പിളിങ്, സാമ്പിൾ നോക്കണമെന്ന്. അതായത് കൊണ്ടുവന്നിരിക്കുന്ന മെഡിസിൻസ് നമ്മൾ ഉദ്ദേശിച്ച മെഡിസിൻ തന്നെയാണോ, അതിന്റെ ക്വാളിറ്റി ഒക്കെ ലാബ് ടെസ്റ്റ് നടത്തി പരിശോധിക്കണം. മനസ്സിലായോ? അപ്പൊ സാമ്പിൾസ് എടുത്തിട്ട് പരിശോധിക്കാൻ പറ്റുള്ളൂ. കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ മരുന്നും കൂടി കൊണ്ടുപോയി ലാബിൽ കൊടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് പരിശോധിക്കേണ്ട ആവശ്യമില്ല. കൊണ്ടുവന്നിരിക്കുന്നതിൽ നിന്ന് കുറച്ച് അവിടെ നിന്ന് കുറച്ചൊക്കെ എടുത്തിട്ട് അത് ലാബ് ടെസ്റ്റിനായിരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ ലാബ് ടെസ്റ്റ് നടത്തി മാത്രമാണ് we have to use the medicines. And last, in case of substandard drugs, സബ്സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതായത് കുറച്ചുകൂടെ നിലവാരമൊക്കെ താഴ്ന്ന രീതിയിലുള്ള മെഡിസിൻസും ഹോസ്പിറ്റൽസിൽ എന്താ പറയുക കുറച്ച് കോസ്റ്റ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ചിലർ ഉപയോഗിക്കും. While bringing or purchasing such medicines, അത്തരം മെഡിസിൻസ് ഒക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ it should be എന്താ പറയാ ഡെഫിനറ്റ് ആയിട്ടും it should be sent for ലാബ് ടെസ്റ്റ്. അത് ലാബ് ടെസ്റ്റിന് വേണ്ടി തീർച്ചയായിട്ടും അയക്കണം. ലാബ് ടെസ്റ്റിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാനും പാടുള്ളൂ. Okay, substandard drugs ആണെങ്കിൽ ആഫ്റ്റർ ലാബ് ടെസ്റ്റ് ഓൺലി ക്യാൻ ബി യൂസ്ഡ്. ലാബ് ടെസ്റ്റ് നടത്താതെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. അപ്പൊ ഡ്രഗ്സിനുള്ള ഓർഡർ പ്ലേസ് ചെയ്യുന്നതും അത് എങ്ങനെയാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നതെന്നും ഏത് ലെവലെത്തുമ്പോൾ പ്ലേസ് ചെയ്യണം, ഡേഞ്ചർ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം, ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നോക്കി ഓവർ സ്റ്റോക്കിങ്ങും തെഫ്റ്റും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി രീതിയിലെ പ്രൊസീജിയേഴ്സിലൂടെ ഫോളോ ചെയ്ത് നമുക്ക് പുതിയ മെഡിസിൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന മെഡിസിൻസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ ഇനഫ് ടൈം. അതിവിടെ എത്താൻ വേണ്ടിയുള്ള സമയം കൂടി പരിഗണിച്ചിട്ടുള്ള ഓർഡറാണ് നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത്. 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട മരുന്നാണെങ്കിൽ 15 ദിവസം മുമ്പേ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യണം. ബിക്കോസ് അതിവിടെ എത്താനായിട്ട് സമയം എടുക്കുമെങ്കിൽ. ഓക്കെ. And random samples, lab ടെസ്റ്റിലൂടെ സാമ്പിൾസ് must be taken and ടെസ്റ്റ് ചെയ്യണം. ലാബ് ടെസ്റ്റുകൾ നടത്തി റാൻഡം സാമ്പിൾസിലൂടെ ടെസ്റ്റ് നടത്തി മാത്രമാണ് ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. സബ്സ്റ്റാൻഡേർഡ് ഡ്രഗ്സ് ആണെങ്കിൽ ഷുവർലി അതിന് ലാബ് ടെസ്റ്റുകൾ നടത്തി മാത്രം ശേഷം എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്യാം. ഓക്കെ.
അതാണ് നമ്മുടെ ഡ്രഗ്സിനെ പുതിയ ഡ്രഗ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നേരത്തെ ഇടയിൽ പറഞ്ഞു ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന്. എന്താണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി? എപ്പോഴാണ് നമ്മൾ ഒരു മെഡിസിൻസിന് വേണ്ടിയിട്ട് പുതിയ മെഡിസിൻസിന് വേണ്ടിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? അതായത് നമ്മൾ സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ആകുമ്പോൾ, ഡേഞ്ചർ ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ്, അതായത് സേഫ്റ്റി സ്റ്റോക്ക് ലെവൽ ആകുമ്പോൾ തന്നെ പുതിയ മെഡിസിൻസിന് വേണ്ടിയിട്ടുള്ള ഓർഡർ പ്ലേസ് ചെയ്യണം. അപ്പൊ അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ എന്താ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the quantity which can be added to the existing inventory by a company. ഏത് ബിസിനസ്സുകാരനും, നമ്മുടെ ഹോസ്പിറ്റൽസ് മാത്രമല്ല എന്ത് തരത്തിലുള്ള ബിസിനസ്സുകാരനും അവരവരുടെ നിലവിലുള്ള സ്റ്റോക്കിനോടൊപ്പം ഏറ്റവും കൂടി സ്റ്റോക്ക് ആഡ് ചെയ്യാം. എന്തിന്? എങ്ങനെ ആഡ് ചെയ്യാം? ടു റെഡ്യൂസ് ദ ഹോൾഡിംഗ് കോസ്റ്റ്, ഷോർട്ടേജ് കോസ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അങ്ങനെ പല ചെലവുകളും കുറയ്ക്കാൻ വേണ്ടി നിലവിലുള്ള സ്റ്റോക്കിനോടൊപ്പം എത്ര യൂണിറ്റ് കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം എന്നുള്ളതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയുടെ അർത്ഥം. അതായത് കുറച്ചുകൂടി അങ്ങനെ താഴ്ന്ന മട്ടിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു 200 എണ്ണം സ്റ്റോക്ക് ഉണ്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഡിസിൻ സ്റ്റോക്ക് ഉണ്ട് 200 എണ്ണം. സാധാരണ നമ്മൾ അതിന്റെ ഒരു ക്വാണ്ടിറ്റി ലെവൽ എന്ന് പറയുന്നത് 1000 എണ്ണമാണ്. ഒരു ആവറേജ് ക്വാണ്ടിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നത് 1000 എണ്ണമാണ്. അത് 200 എണ്ണമൊക്കെ ആവുമ്പോ ഒരു സേഫ്റ്റി ലെവലാണ്. ഇനി 200 താഴെ പോയാൽ ഡേഞ്ചർ ലെവലിലേക്ക് പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു 200 ആയപ്പോഴേക്കും പുതിയ ആ ഒരു മെഡിസിന് നമ്മൾ ഓർഡർ വെക്കാനായിട്ട് പോകുകയാണ്. പക്ഷെ ഈ ഓർഡർ വെച്ചിരിക്കുന്ന ഈ മെഡിസിൻസ് നമ്മുടെ സ്ഥലത്തേക്ക്, നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് എത്തിക്കാനായിട്ട് കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ കുറച്ച് കൂടുതലാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇവിടം വരെ എത്തിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള വണ്ടിയും വാഹനമൊക്കെ വിളിച്ചു പോയി അവർ എത്തിക്കണം. അല്ലെങ്കിൽ അവർ കൊണ്ടുവരുമ്പോഴായാലും അവർക്ക് ഡെലിവറിയുടെ ചാർജസ് കൊടുക്കേണ്ടി വരും. എങ്കിൽ അത് ഇവിടെ എത്തിക്കാനും ഹാൻഡിൽ ചെയ്യാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നാൽ അത് സ്റ്റോർ ചെയ്യാനും അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടി ചെലവൊക്കെ ഉണ്ട്. അപ്പൊ ആ ചെലവുകളൊക്കെ കൂടി കണക്കിലെടുത്ത് ട്രാൻസ്പോർട്ടേഷൻ കുറച്ചാണ് ഇത് കൊണ്ടുവരാനായിട്ട് ബാക്കി ഒരു 800 യൂണിറ്റ് കൂടി ഞാൻ പർച്ചേസ് ചെയ്യാണ്. ഈ 800 യൂണിറ്റ് കൊണ്ടുവന്നാലും 2000 യൂണിറ്റ് ഞാൻ എക്സ്ട്രാ, അതായത് വീണ്ടും ഒരു 1000 യൂണിറ്റ് കൂടി കൂടുതൽ എടുത്ത് ഒരു 2000 യൂണിറ്റ് ആണ് ഞാൻ എക്സ്ട്രാ പർച്ചേസ് ചെയ്യുമ്പോഴും എനിക്ക് എന്താണെന്ന് അറിയാമോ മറ്റൊരു ലാഭം? ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്യാം ഒരു പ്രാവശ്യത്തെ. കാരണം എന്താ, ഇതിപ്പോ അടുത്ത ആഴ്ച വീണ്ടും പോയിട്ട് 1000 യൂണിറ്റ് എടുക്കണം. ഇത്രയും ഹെവി ചാർജസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടി കൊടുത്തേക്കണേ. ആ ചെലവിൽ എനിക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുമല്ലോ ഈ ഒരു 2 പർച്ചേസും കൂടി ഒറ്റ രീതിയിൽ നടത്തി കഴിഞ്ഞാൽ. കാരണം ഈ വണ്ടി എടുത്ത് നമ്മള് അവിടെ പോയി ഇപ്പൊ പെട്രോൾ അടിച്ചിട്ടായാലും അതുപോലെ എടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ നമുക്ക് ഡെലിവറി ചെയ്യുന്നതിന് ഇത്രയും ചാർജസ് ഉണ്ടെന്ന് പറയുന്നു. അത് ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്താലും അല്ലെങ്കിൽ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയാലും അല്ലെങ്കിൽ 2 പ്രാവശ്യം കൊണ്ട് എത്തിയാലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2 പ്രാവശ്യം കൊടുത്തതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജസ് ആണ് ഇന്ന്. അതൊരു പ്രാവശ്യം ഇക്കണോമിക്കലാണ്. എന്നുവെച്ചാൽ സാമ്പത്തിക നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? ആ ചെലവ് പറയുമ്പോൾ നമുക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇക്കണോമിക്കലായിട്ട്, അതുകൊണ്ടാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്നൊരു പേര് വന്നത്. അങ്ങനെ പല ചെലവുകളും നമുക്ക് അതുപോലെ കുറയ്ക്കാൻ പറ്റും. മനസ്സിലായ? 2 പ്രാവശ്യമായിട്ട് വാങ്ങിക്കുന്നതിന് പകരം 1 പ്രാവശ്യമായിട്ട് വാങ്ങിക്കുന്നു. ക്ലിയർ? മനസ്സിലായോ? അതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. നിങ്ങൾ ഇതിന്റെ ഫുൾ ഫോം എന്തായാലും പഠിച്ചേക്കണം. ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് is the number of units that a company can add to its inventory to minimize the cost. എത്ര ഓർത്താൽ മതി? മിനിമൈസ് ദ കോസ്റ്റ്. പലതരത്തിലുള്ള ചെലവുകളും മിനിമൈസ് ചെയ്യാൻ വേണ്ടി നിലവിലുള്ള ഇൻവെന്ററി മീൻസ് സ്റ്റോക്കിനോടൊപ്പം ഓരോ കമ്പനിയും എത്ര യൂണിറ്റ് വീതം ആഡ് ഓൺ ചെയ്യുന്നു. ആ ക്വാണ്ടിറ്റിയിലെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? പറയൂ, ക്ലിയർ ആയോ? ഓക്കെ. എന്താ സൗണ്ട് വേരിയേഷൻ വല്ലതും പറഞ്ഞാൽ ഇപ്പൊ ഉണ്ടോ? അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് സൗണ്ട് നിങ്ങൾ വലുതെന്ന് തോന്നി. സൗണ്ട് എന്താ പറയാ ഇത് വരുന്നുണ്ടോ? ആർക്കെങ്കിലും വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അതിലേക്ക് ഒരാളുടെ മാത്രം പ്രശ്നമാണെന്ന് അറിയാനാ. വേറെ ആർക്കും പ്രശ്നമില്ല. ആരോ ടൈപ്പ് ചെയ്തിരുന്നു സൗണ്ടിന് എന്തോ വേരിയേഷൻ ഉണ്ടെന്ന്. ഇടയ്ക്ക് ബ്രേക്ക് ആവണ്ടോ? എന്താ അങ്ങനെ? അവിടെ ഓൾറെഡി കൊടുത്തിട്ടില്ലേ? മുമ്പല്ലോ നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. പിന്നെ ക്ലിയർ ആണോ?
അപ്പുറത്തൊക്കെ എന്തോ സ്വന്തം വരുന്നത്. അപ്പുറത്തെ ക്ലാസ് കേൾക്കാമോ? ഓക്കെ, അപ്പുറത്തെ ക്ലാസ് എന്തോന്ന് കേൾക്കാൻ സൗണ്ട് ഓക്കെ വരില്ല. ഹലോ ഹലോ, ഇപ്പൊ ശരിയായോ നോക്കിയേ? സൗണ്ട് ഇത്തിരി കുറച്ചിട്ടുണ്ട്. ഇച്ചിരി ക്ലിയർ ആയോ നേരത്തേക്കാളും? ഓക്കെ ഓക്കെ. അപ്പൊ ചിലപ്പോ അപ്പുറത്തെ ക്ലാസ്സിൽ നിന്ന് ഇവിടത്തേക്ക് സൗണ്ട് രണ്ടും കൂടി ക്ലാഷ് ആകുന്നതുകൊണ്ടാകാം. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ ഇനി നമുക്ക് നോക്കാം, വാട്ട് ആർ രജിസ്റ്റേഴ്സ് ഓർ റെക്കോർഡ്സ് ടു ബി കെപ്റ്റ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട റെക്കോർഡുകളും അതുപോലെ തന്നെ രജിസ്റ്ററുകളും ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരുപാട് സാധനങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വെക്കണം. നമ്മൾ വിചാരിക്കും മരുന്നുകൾ മാത്രമായിരിക്കും ഹോസ്പിറ്റൽ ഫാർമസിയിൽ, അത് ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി, രോഗികൾക്കൊക്കെ വരുമ്പോ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള മരുന്നുകൾ എടുത്തു കൊടുക്കാൻ വേണ്ടി മരുന്നുകൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല അവരുടെ ജോലി. ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിട്ട് റെക്കോർഡ് എഴുതി സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയിലുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇനി ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട റെക്കോർഡ്സും രജിസ്റ്റേഴ്സിന്റെ പേരുകളാണ്. പേരുകളൊക്കെ അങ്ങനെ തന്നെ ഓർത്തിരിക്കുക. പേരുകൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. സ്റ്റോക്ക് ലെഡ്ജേഴ്സ് ഫോർ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ്. ഓരോ വിഭാഗത്തിലും പെട്ട മരുന്നുകൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ അക്കൗണ്ടുകൾ, ഓരോ സ്റ്റോക്ക് ലെഡ്ജർ, ഓരോ മരുന്നും എത്ര എണ്ണം വീതം ഇരിപ്പുണ്ട് സ്റ്റോക്കില് എന്ന് കാണിക്കുന്ന സ്റ്റോക്ക് ലെഡ്ജർ. മനസ്സിലായോ? സ്റ്റോക്കുകളൊക്കെ ഓരോ പ്രത്യേക 250 മുതൽ 300ഓളം ഡ്രഗ്സ് വരെ ഹോസ്പിറ്റൽ ഫോർമുലയിലുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഓരോ മരുന്നുകളുടെയും സ്റ്റോക്ക് എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കുന്ന ലെഡ്ജർ, അതിന്റെ റെക്കോർഡ് വേണം. അത് റെക്കോർഡ് എഴുതി തന്നെ വെക്കണം, കീപ്പ് ചെയ്യണം. അതല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ HIS, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും ഉണ്ടായിരിക്കണം. പിന്നെ ഇന്റന്റ് ആൻഡ് റിസീപ്റ്റ് വൗച്ചർ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പുതിയ മെഡിസിൻസിന് വേണ്ടി ഇന്റന്റ് സമർപ്പിക്കും, ഇന്റന്റ് പ്ലേസ് ചെയ്യും. അതായത് റെക്വിസിഷൻ ഓർഡർ, പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ വയ്ക്കും, അതിന്റെ ഒരു കോപ്പി. പിന്നെ അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നമുക്ക് മരുന്നൊക്കെ വരുമ്പോ അത് കിട്ടും. അതിനൊരു റെസീപ്റ്റ് ഉണ്ടായി. നമ്മളിപ്പോ റിസീവ് ചെയ്യുമ്പോ നമ്മൾ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ആ കമ്പനിയിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ളതാണ്. എവിടെ നിന്നാണോ, ഏത് കമ്പനിയിൽ നിന്ന് മരുന്നുകളാണോ നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് എത്തുന്നത്, അവരവിടെ നിന്ന് ഒരു റെസീപ്റ്റ് വൗച്ചറോടെ ഫോണിൽ മരുന്നുകൾ കൊടുത്തു വിടുന്നത്. ഇറ്റ് ഷുഡ് ബി സൈൻഡ്. റെസിപ്പിയന്റ് അത് സൈൻ ചെയ്യണം. ഞാനിപ്പോ ഈ ഹോസ്പിറ്റലിൽ അത് സ്വീകരിച്ചു എന്ന് വിചാരിക്കാം. ഞാനത് ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് അത് റിസീവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്ത് അവർ കൊടുക്കുമ്പോൾ അത് അവർ തിരിച്ച് അവരുടെ കമ്പനിയിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ അതിന്റെ കോപ്പി. മനസ്സിലായപ്പോ ഇന്റന്റിന്റെയും റെസിപ്റ്റ് വൗച്ചറിന്റെയും അത് കീപ്പ് ചെയ്യണം. അത് ഇവരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കോപ്പീസ്. ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്. ഓരോ ഡ്രഗ്സും ഇൻസ്പെക്ട് ചെയ്ത് പരിശോധിച്ച് അതിൽ നിന്ന് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ അതും എഴുതി റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ഓരോ ഡ്രഗ്സും ഇൻസ്പെക്ട് ചെയ്ത് ചിലപ്പോൾ ലാബ് ടെസ്റ്റുകൾ നടത്തി അതിനെന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത് വെക്കാനുണ്ടാകും. അത്തരം റിപ്പോർട്ട്സ് ഒക്കെ കൃത്യമായിട്ട് എന്തായത് ഇൻസ്പെക്ട് ചെയ്ത് തന്നെ എഴുതി സൂക്ഷിക്കണം. എന്താ ഇൻഡെക്സ് രജിസ്റ്റർ ആൻഡ് ബിൽ കാർഡ്. ഇൻഡെക്സ് രജിസ്റ്റർ ഓരോ മെഡിസിൻസും ഓരോ ഇൻഡെക്സ് ഇട്ട് എഴുതി, ഒന്നാമത്തെ രണ്ടാമത്തെ അങ്ങനെ ഇൻഡെക്സ് നമ്പർ ഒക്കെ വെച്ച് അതിന്റെ രജിസ്റ്റർ കീപ്പ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ചേർന്ന് പോകേണ്ട മറ്റൊരു സാധനമാണ് ആ ഇൻഡെക്സ് പ്രകാരം ഓരോ പിൻ കാർഡുകൾ സൂക്ഷിക്കാം. ഇപ്പൊ ഒന്നാമത്തെ നമ്പറിൽ A എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതെങ്കിലും ഒരു മെഡിസിൻ ആണെന്ന് വിചാരിക്കാം, ഒരു ഡ്രഗ്. ആ ഡ്രഗിന്റെ നമ്പർ ഇട്ടു, ഒന്ന് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് നമ്പർ കൊടുത്തു. അതിനൊരു ബിൻ കാർഡ് കൊടുത്തു, 1 എന്ന നമ്പറുള്ള ബിൻ കാർഡ്. ഈ ബിൻ കാർഡിന്റെ ഒരു ഫോർമാറ്റ് സ്പെസിമെൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചിട്ടുണ്ട്. എന്താ നോക്കിയേ? അതായത് എല്ലാ ബിസിനസ്സുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബിൻ കാർഡാണിത്. നമ്മുടെ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല പലതരത്തിലുള്ള ബിസിനസ്സുകാർക്കും സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ബിൻ കാർഡാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ എ എന്ന് പറയുന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു മെഡിസിൻ, ആ മെഡിസിന്റെ നമ്പർ ഇട്ടു, ഇൻഡെക്സ് നമ്പർ ഇട്ടു 1. ആ 1 എന്ന് പറയുന്ന നമ്പർ ഈ ഒരു ബിൻ കാർഡിനും കൊടുത്തു. ആ മെറ്റീരിയലിന്റെ നമ്പർ, അതിനകത്ത് എത്ര ക്വാണ്ടിറ്റീസ് നമ്മൾ ഓരോ ഡേറ്റ് ഇട്ടുണ്ടാകും. ഡേറ്റ് ക്വാണ്ടിറ്റി ഇത്ര ക്വാണ്ടിറ്റി നമ്മൾ പർച്ചേസ് ചെയ്തു, ക്വാണ്ടിറ്റി റിസീവ് ചെയ്തത് 500 എണ്ണം, ക്വാണ്ടിറ്റി ഇഷ്യൂ ചെയ്തത് 20 എണ്ണം. ഓരോ ദിവസവും അതിന്റെ സ്റ്റോക്ക് നമ്മൾ എടുത്തിട്ട് ക്ലിയർ ചെയ്ത് പോകും. 20 എണ്ണം ഇന്ന് ഇഷ്യൂ ചെയ്തു. അങ്ങനെയാണ് ഈ ബാലൻസ് 480 എണ്ണം. അത് അവിടെ എഴുതി. റിമാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വെച്ചു. അപ്പൊ ഇങ്ങനെ ഓരോ മെഡിസിൻസ്, ഓരോ ഡ്രഗ്സിനെയും സംബന്ധിക്കുന്ന ഇൻഡെക്സ് നമ്പേഴ്സും അതിനൊക്കെ ഓരോ ബിൻ കാർഡുകളും നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആക്സസ് ആണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഓരോ ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ് ചെയ്ത ഇൻഫർമേഷൻസ് ഇതൊക്കെ എടുക്കാമല്ലോ. എത്ര മരുന്നിനകത്ത് ആ മരുന്നിൽ എത്ര എണ്ണം ബാക്കിയുണ്ട്, എത്ര ഡോസ് ബാക്കിയുണ്ട്, അല്ലെ, അതെന്നാണ് പർച്ചേസ് ചെയ്ത് എല്ലാം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കിട്ടും. അതിന് വേണ്ടിയിട്ട് എങ്ങനെ ബിൻ കാർഡ് സൂക്ഷിക്കണേ? മനസ്സിലായോ എന്താ ബിൻ കാർഡ്?
ക്ലിയർ ആയോ? ക്ലിയർ ആവണ്ടോ? ട്രെയിൻ മനസ്സിലായില്ല? യെസ്, മനസ്സിലായി. ഇത് ബാക്കി ആരും കേൾക്കല്ലേ? ഇവിടെ നിന്ന് വേറെ ആൾക്കാർ ആരും റെസ്പോണ്ട് ചെയ്യാനല്ലോ ഉറങ്ങിപ്പോയാ. ഇനിയുള്ള ടോപ്പിക്സ് ഒക്കെ ഇങ്ങനത്തെയാ. ഓക്കെ, അതായത് നമ്മള് ചില രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ പഠിക്കുന്നതോ അതുപോലെ ആയിരിക്കില്ല. ഇനിയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം ഇതുപോലെ എന്താ പറയാ, കുറച്ച് തിയററ്റിക്കൽ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇനിയുള്ളത്. അങ്ങനെ തന്നെ മാത്രമല്ല, ഇനി ഇത് മാത്രമല്ല, ഇനി തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂള്, അതായത് തേർഡും ഫോർത്തും പേപ്പേഴ്സ് വരുമ്പോ അത്രയും കൂടി ഇല്ല, കുറെ നമ്മളിങ്ങനെ സ്വയം വായിച്ച് മനസ്സിലാക്കേണ്ട പോർഷൻസ് ആണ് കൂടുതലും. ഓക്കെ, നമ്മളിങ്ങനെ അടിച്ചേൽപ്പിച്ച് പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കേണ്ട കാര്യമല്ല. നമ്മളിത് കുറെ വായിച്ച് മനസ്സിലാക്കാം ഇന്നതാണ് എന്ന്. അർത്ഥമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനൊക്കെ നമുക്ക് പറ്റുള്ളൂ. അത് ആഫ്റ്റർ ഓൾ നിങ്ങളത് കുറച്ച് വായിച്ച് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇത് നമ്മളെ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചതുപോലെ അത്ര ഈസി അല്ല ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട്. ഓക്കെ, ഫാർമസിയിൽ എന്തൊക്കെ നടക്കുന്നു? ഫാർമസി എന്ന് പറയുന്നത് രോഗവുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അല്ല, രോഗം ഭേദമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു, അവിടെ കീപ്പ് ചെയ്യേണ്ട റെക്കോർഡും രജിസ്റ്റേഴ്സും ഒക്കെ തന്നെ. ഓക്കെ, അത് 1, 2, 3 പ്രാവശ്യമൊക്കെ വീണ്ടും ആവർത്തിച്ച് ഓരോ പോയിന്റും പറയുന്നുണ്ട്. സ്പീഡ് ആണെന്ന് ആരോ മെൻഷൻ ചെയ്തു, ഞാൻ കണ്ടു. പക്ഷെ സ്പീഡിലാണ് ഞാൻ സംസാരിക്കുന്നതെങ്കിലും ഒരു പോയിന്റ് തന്നെ 1, 2, 3 പ്രാവശ്യം പറയുന്നതെന്നാണ് എന്റെ ഒരു വിശ്വാസം. റൈറ്റ്? ശരിയാണോ? ആണോ അല്ലേ? യെസ്. അപ്പൊ അതനുസരിച്ച് കുറച്ചുകൂടി സമയം കണ്ടെത്തി മറ്റേത് പഠിക്കുന്നതിനേക്കാള് ഇച്ചിരി കഷ്ടപ്പാട് കൂടി ഉണ്ട് കേട്ടോ നമുക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടത്. കാരണം ഇതിപ്പോ നമ്മൾ ഏറ്റവും സെറ്റ് ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരുന്നെങ്കിൽ 2 കൊല്ലം വേണ്ടി വരും നമ്മുടെ ടോപ്പിക്സ് തീർക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഒരു കോഴ്സിന്റെ സമയവും പരിധിയും ഒക്കെ എന്താ പറയാ നിർത്താനായിട്ട് ഞാൻ നിർത്താൻ എങ്ങനെ നിർത്താൻ നിങ്ങൾ ഉദ്ദേശിക്കണേ മനസ്സിലായില്ല. ഇടയ്ക്ക് ഞാൻ നിർത്താണ്ടല്ലോ, ഞാൻ നിങ്ങളോട് മനസ്സിലായോ, ആ പോയിന്റ് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോ നിർത്തുന്നേ അല്ലേ? അത് നിർത്തല്ലേ? പിന്നെ എങ്ങനെയാ മിണ്ടാതിരിക്കണോ? ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ്. എനിക്ക് മനസ്സിലായില്ല അതെന്താ പറഞ്ഞതെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട എന്താ പറയാ പ്രധാനപ്പെട്ട ചില റെക്കോർഡുകൾ, രജിസ്റ്റേഴ്സ് ആണ് ഈ പറയുന്നത്. അപ്പൊ ഡ്രഗ് ഒക്കെ ഇൻസ്പെക്ട് ചെയ്തതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ അതൊക്കെ ഇവര് കീപ്പ് ചെയ്യണം. ഓക്കെ, പിന്നെന്താ ഇൻഡെക്സ് രജിസ്റ്റർ ലിങ്ക് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഓരോ മരുന്ന് അതിന് പേര്, നമ്പർ, അവർക്കൊക്കെ കോഡ് ഉണ്ടായിരിക്കും. ഇപ്പൊ മെഡിക്കൽ കോഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സുകളൊക്കെ തന്നെ ഉണ്ട് അല്ലെ? ഓരോ മെഡിസിൻസിനൊക്കെ കോഡ് ഉപയോഗിച്ച് അവരവിടെ രജിസ്റ്ററിൽ എഴുതി കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ റെസ്പെക്റ്റീവ് ആയിട്ട് ബിൻ കാർഡുകൾ, ഈ കാർഡുകൾ ഓരോ മെഡിസിൻസ് എത്ര എണ്ണം പർച്ചേസ് ചെയ്തു, അതിന് എത്ര എണ്ണം ഇഷ്യൂ ചെയ്തു, ഇത് എത്ര എണ്ണം ബാലൻസ് ഉണ്ട്, അത് കാണിക്കുന്ന ഒരു എന്താ പറയാ ഒരു കാർഡ്, അതാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ മാത്രമല്ല പല ബിസിനസ്സുകാരും ഉപയോഗിക്കുന്നുണ്ടാവും ഈ ബിൻ കാർഡ് സിസ്റ്റം. അത് നമ്മുടെ ഇന്ന് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം അതുപോലെ IT കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് എല്ലാ ബിസിനസ്സുകാരും അവരവരുടെ കമ്പ്യൂട്ടറിലാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് മാത്രം. ഇങ്ങനെ സെപ്പറേറ്റ് റെക്കോർഡ്സ് എല്ലാം റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ഇന്ന് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആണ്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെയാണ് മാത്രം. പിന്നെ എന്താണ് എക്സ്പയറി ഡേറ്റ് രജിസ്റ്റേഴ്സ്, ഓരോ മരുന്നുകളുടെയും എക്സ്പയറി ഡേറ്റ് കാണിക്കുന്ന രജിസ്റ്റർ. ഇപ്പൊ ഓരോ മരുന്ന് എത്ര നാൾ ഏതുവരെ ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ എക്സ്പയറി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടായിരിക്കും. അത് നമ്മളൊരു റെക്കോർഡ് പോലെ ഇങ്ങനെ എഴുതി സൂക്ഷിച്ചു വെച്ചാൽ അറ്റ് ഗ്ലാൻസ് പെട്ടെന്ന് നമുക്കൊന്ന് എടുത്ത് നോക്കി ഇന്ന മരുന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് ഇന്ന വർഷത്തിൽ തീരും, 2024 വരെയുള്ളൂ, അല്ലെങ്കിൽ 2025 ജനുവരി വരെയുള്ളൂ, അങ്ങനെയൊക്കെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഈ എക്സ്പയറി ഡേറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ എന്താ പറ്റുകയെന്നറിയോ? അതൊക്കെ കമ്പ്യൂട്ടറിന്റെ ഓട്ടോമാറ്റിക്കലി അത് ആ ഒരു ഡ്യൂറേഷൻ, ആ ഒരു എന്താ പറയാ ഒരു ഓർഡറിൽ തന്നെ ഒരു ഓർഡർ ഉണ്ടാവുമല്ലോ, ഒരു അസെൻഡിങ് ഓർഡറിൽ ഏറ്റവും കുറവുള്ള എക്സ്പയറി തുടങ്ങി ഇങ്ങനെ കൂടി ആ ഒരു ഓർഡറിൽ തന്നെ അവിടെ സേവ് ചെയ്യപ്പെടും. അപ്പൊ നമുക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഏതിന്റെങ്കിലൊക്കെ എക്സ്പയറി ടൈം പെട്ടെന്ന് തീരാൻ പോകുന്നതൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറയുന്ന എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ കീപ്പ് ചെയ്യണമെന്ന് പറയുന്ന കാരണം. അല്ലെങ്കിൽ ചില മരുന്നൊക്കെ നമ്മുടെ അവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ അത് അവിടെ ഉണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും മിസ്സായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ മരുന്ന് അവിടെ ഇരുന്ന് എക്സ്പയറി കഴിഞ്ഞു പോകും. അവർ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവർ അതിനെ കുറിച്ച് ആരെങ്കിലും ഇൻഫോം ചെയ്തില്ല. ഈ എക്സ്പയറി ഡേറ്റ് നോക്കി ക്ലിയർ ചെയ്ത്
ഡോക്ടേഴ്സിന് മനസ്സിലാക്കി കൊടുത്താലാണ് അവർക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ലാഗോ അല്ലെങ്കിൽ അങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം മരുന്ന് അവിടെ ഇരുന്ന് ചീത്തയായി പോകും അല്ലെ. ചീത്തയായി പോകുന്നത് ആഫ്റ്റർ ദ എക്സ്പയറി ഇറ്റ് കനോട്ട് ബി യൂസ്ഡ്. നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല എക്സ്പയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അതിന് രജിസ്റ്റർ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, അവർക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താണ്, അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്. എന്താ അഡ്വേഴ്സ് റിയാക്ഷൻ റെക്കോർഡ്? ഇഫ് എനി മെഡിസിൻസ് ഹാവ് എനി അഡ്വേഴ്സ് റിയാക്ഷൻ ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് നീറ്റ് ആൻഡ് ക്ലിയർലി. അതായത് ഇപ്പൊ ഏതെങ്കിലും മെഡിസിന് അഡ്വേഴ്സ് റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇഫക്ട്, സൈഡ് ഇഫക്ട് എന്നൊക്കെ പറയുമല്ലോ, റിയാക്ഷൻസ്. ഒരു മരുന്നിന് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ട്, അപ്പൊ അതൊക്കെ അവിടെ കൃത്യമായിട്ട് എഴുതി നോട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇന്ന മെഡിസിന് റിയാക്ഷൻസ് ഉണ്ട്, ചില ആന്റിബയോട്ടിക്സ് ചില ആളുകൾക്ക് പറ്റില്ല അല്ലെ. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷൻസ് ഉള്ള പല മരുന്നുകൾ തന്നെയുണ്ട്. ചില മരുന്നുകളോടൊപ്പം ഉപയോഗിച്ചിരിക്കാൻ പറ്റില്ല, കാരണം അതിന് സൈഡ് ഇഫക്ട് വരും അന്നേരം. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ക്ലിയർലി. അതൊക്കെ ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം അവർക്കത് പിന്നീട് അവർക്ക് തന്നെ ഉപയോഗപ്രദമാണ്. ഫാർമസിയിലുള്ളവർക്കും അതായത് ഇന്ന മരുന്നിന് റിയാക്ഷൻസ് ഉണ്ടാവും, അഡ്വേഴ്സ് ഇഫക്ട് ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ഫയൽ ഓഫ് കറസ്പോണ്ടൻസ് വിത്ത് സപ്ലയേഴ്സ് ആൻഡ് യൂണിറ്റ്സ്. നമുക്ക് ആരൊക്കെയാണ് മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്നത്, അവരുടെ ഡീറ്റെയിൽസ്, അവരുടെ ഒരു ഫയല്, അത് ഏതൊക്കെ കമ്പനിയുടെ മെഡിസിൻസ് നമ്മൾ വാങ്ങിക്കണമെന്ന് വെച്ചാൽ അത് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരുടെ ഡീറ്റെയിൽസ്, അവരെന്തൊക്കെ എത്ര യൂണിറ്റ് വീതം നമുക്ക് സപ്ലൈ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി സൂക്ഷിച്ചു വെക്കുന്ന ഫയലുകൾ, അതിനുള്ള ഫയൽ വേറെ. ഓക്കെ, സപ്ലയേഴ്സിന്റെ കറസ്പോണ്ടൻസ് പറഞ്ഞാൽ അവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ആൻഡ് ഓൾസോ യൂണിറ്റ്സ്, എത്ര യൂണിറ്റുകൾ അവർ സപ്ലൈ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. ലെഡ്ജർ അക്കൗണ്ട് ഫോർ റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്. ഇനി എന്താ, നമ്മൾ ഡ്രഗ്സ് ഒക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ ഇറ്റ് ഷുഡ് ബി പെയ്ഡ്. അതിനെന്ത് കൊടുക്കണം, പേയ്മെന്റ് കൊടുക്കണം. ഈ പേയ്മെന്റ് കൊടുക്കുമ്പോൾ അതിന്റെ വൗച്ചറിൽ എന്താ പറയാ, നമ്മൾ പൈസ കൊടുത്തു എന്ന് കാണിക്കുന്ന ആ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ പൈസ അടച്ചു, ക്യാഷ് പെയ്ഡ് ആണെങ്കിൽ ആ പേ ചെയ്തതിന്റെ ഒരു കോപ്പി, അതിന്റെ ഒരു പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇന്ന് ഇത്ര രൂപ കൊടുത്തു, ഇപ്പൊ 50,000 രൂപയ്ക്ക് മെഡിസിൻസ് കൊണ്ടുവന്നു, അതില് 40,000 40,000 കൊടുത്തു, ഇനി ബാക്കി 10,000 ആണ് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് കീപ്പ് ചെയ്യണം. ഒരു മിനിറ്റ് ഓക്കെ, അപ്പൊ എന്താണ് നമ്മളുടെ എന്താ സപ്ലൈവേഴ്സിന് റെമിറ്റൻസ് വൗച്ചേഴ്സ്, നമ്മുടെ പേയ്മെന്റ് ഒക്കെ ഏതൊക്കെ മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചോ അതിന്റെ പേയ്മെന്റുകളൊക്കെ നേരത്തെ ഉണ്ടാവുമല്ലോ, ആ പേയ്മെന്റിന്റെ ഒക്കെ ഒരു പ്രൂഫ്, നമ്മൾ ഇത്ര എമൗണ്ട് പേ ചെയ്തു, ഇത്ര എമൗണ്ടിനുള്ള മെഡിസിൻസ് വാങ്ങിയെങ്കിൽ അതിന്റെ പേയ്മെന്റ് റെമിറ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വൗച്ചേഴ്സ് അതൊക്കെ ആണെങ്കിൽ അതും ഫയൽ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് പോലെ കീപ്പ് ചെയ്ത് ഇന്ന സപ്ലയറുടെ വാങ്ങിച്ചു, ഇത്ര എമൗണ്ട് പേ ചെയ്തു, സെപ്പറേറ്റ് സേവ് ചെയ്ത് വെക്കണം. വേണ്ടേ, ഇതൊക്കെ വേണ്ടേ? അല്ലെങ്കിൽ പിന്നീട് എല്ലാ മനുഷ്യന്മാർക്കും ഇങ്ങനെ മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും, എന്തൊക്കെയാണ് മെഡിസിൻസ് പർച്ചേസ് ചെയ്യുന്നത് മുതൽ അതിന്റെ പേയ്മെന്റ് എടുക്കുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടുകള്, സപ്ലൈസിന്റെ പേര്, എത്ര യൂണിറ്റുകൾ, ഇതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെന്താ, ഡിനാൻസിയേഷൻ ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്. നമ്മള് മരുന്നുകൾ അവിടെ ഉപയോഗിക്കുമ്പോൾ ഓരോ എന്താ പറയാ പലതരത്തിലുള്ള നമ്മൾ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്ന മരുന്നുകളുണ്ട്, ഡ്രഗ്സ് ഉണ്ട് ഫാർമസിയില്. അതുകൂടാതെയുള്ള മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇൻസ്ട്രുമെന്റ്സ്, ചെറുതും വലുതുമായിട്ടുള്ള പല നമ്മൾ
എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞു. നെബുലൈസ് ചെയ്യുന്നത്, മെഷീൻസ്, സിറിഞ്ച്, ഗ്ലൗസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽ ഫാർമസിയിൽ. അപ്പൊ അതിനൊക്കെ സെപ്പറേറ്റ് അതിൻ്റെതായ റെക്കോർഡുകൾ അത് വേറെ, അങ്ങനെ സെപ്പറേറ്റ് അത് കൺഫേം ചെയ്ത് അതും ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഇയർലി സ്റ്റോക്ക് കൺഫർമേഷൻ എന്താണ്? ഓരോ വർഷവും നമ്മൾ എത്ര സ്റ്റോക്ക് ആണോ അതിന്റെ വർഷാവസാനം ആ സ്റ്റോക്ക് ഒന്ന് കൺഫേം ചെയ്ത് കൊണ്ടുപോയി അതും ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇത്ര സ്റ്റോക്ക് ഉണ്ട് ഓരോ മെഡിസിൻസിന്റെയും, ആഫ്റ്റർ ഇന്ന ഒരു ഇയർ കഴിഞ്ഞപ്പോൾ ഇത്രയും സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്, ഇനി ഇത്രയുണ്ട്. അങ്ങനെ ഓരോ മെഡിസിൻസിന്റെയും സ്റ്റോക്ക് കൺഫർമേഷൻസ് ഇയർലി ആയിട്ട് അതിന്റെ കണക്കെടുപ്പ് നടത്തി അതും റെക്കോർഡ് ചെയ്ത് വെക്കണം. ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റ്, ഫാർമസിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ ലിസ്റ്റ് അതും ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ആന്റിബയോട്ടിക് പോളിസി എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽസിൽ ഒരുപാട് ആന്റിബയോട്ടിക്സ് ഹോസ്പിറ്റൽസിലുണ്ട്. ആ ആന്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ ചിലതിനോട് റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. സോ വാട്ട് മെഷേഴ്സ് ടു ബി ടേക്കൺ അഗെയിൻസ്റ്റ് ദാറ്റ്? അത്തരം റിയാക്ഷൻസ് ഉണ്ടാകുമ്പോൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്? അതിനൊരു പോളിസി, അത്തരം എന്തെങ്കിലുമൊക്കെ നയങ്ങളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഹോസ്പിറ്റൽസിന്. എന്തെങ്കിലും മരുന്നിന് റിയാക്ഷൻസ് ഉണ്ടായാൽ വാട്ട് ഷുഡ് ബി ഡൺ, എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഹോസ്പിറ്റൽസിൽ അതിനുള്ള ആന്റിബയോട്ടിക്കിനായിട്ടുള്ള അതിനെന്ത് ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിന് അങ്ങനത്തെ പോളിസീസ് ഒക്കെ ഉണ്ട്. അതും ഇവരുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കും, ആന്റിബയോട്ടിക് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഏത് തന്നെയായാലും അതിന്റെ സകലമായ ഡീറ്റെയിൽസും ഹോസ്പിറ്റൽ ഫോർമുലറിയിലുള്ള എല്ലാ മെഡിസിന്റെയും സകല ഡീറ്റെയിൽസും പർച്ചേസ് ചെയ്യുന്നതും അവർക്ക് കൊടുത്ത കാശും സപ്ലൈ ചെയ്തവരുടെയും എല്ലാം സകലമായ കാര്യങ്ങളും ഇൻഫോർമേഷൻസും ഹോസ്പിറ്റലിനകത്ത് റെക്കോർഡ്സ് ആയിട്ട് രജിസ്റ്റേഴ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ ഈ റെക്കോർഡ്സിന്റെയും രജിസ്റ്റേഴ്സിന്റെ ഒക്കെ പേരുകൾ മറക്കണ്ട. ഇതിനകത്ത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ കീപ്പ് ചെയ്യേണ്ട റെക്കോർഡ്സ് ആൻഡ് രജിസ്റ്റേഴ്സ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് 2-3 തരും. ചിലപ്പോൾ അതിനകത്ത് പെടാത്തതൊക്കെ വരും. അപ്പൊ ഈ പേരുകൾ നിങ്ങൾ എന്തായാലും ഇവര് തന്നെ പഠിച്ചു വെക്കാം. ഓക്കെ, എല്ലാത്തിന്റെ പേരിലും ഒന്നും മറന്നു പോകരുത്. ഇത്രയും വേണം. സ്റ്റോക്ക് ലെഡ്ജർ, ഡിഫറെന്റ് ഗ്രൂപ്സ് ഓഫ് ഡ്രഗ്സിന്റെ ഇന്ത്യന്റെ റെസിപ്റ്റ് വൗച്ചേഴ്സ്, ഡ്രഗ് ഇൻസ്പെക്ഷൻ റിപ്പോർട്ട്, ഇൻഡെക്സ് രജിസ്റ്റർ അല്ലെങ്കിൽ ബിൻ കാർഡ് രണ്ടും വേണം. പിന്നെ എന്താ പറയാ, നമ്മുടെ എക്സ്പയറി ഡേറ്റ് രജിസ്റ്റർ, പിന്നെ അഡ്വേഴ്സ് റിയാക്ഷൻ, സൈഡ് ഇഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. കറസ്പോണ്ടൻസ് ഓഫ് സപ്ലയേഴ്സ് ആൻഡ് ദെയർ യൂണിറ്റ്സ്, ഓരോ സപ്ലയർമാരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും അവര് സപ്ലൈ ചെയ്ത യൂണിറ്റും. ലെഡ്ജർ അക്കൗണ്ട് ഓഫ് റെമിറ്റൻസ് ഓഫ് വൗച്ചേഴ്സ്, അവർ വൗച്ചറുകളൊക്കെ റെക്കോർഡുകളൊക്കെ എന്താ പറയാ കൊടുക്കുമ്പോൾ പേയ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ അതിന്റെ അക്കൗണ്ടുകൾ വേറെ സൂക്ഷിക്കണം. പിന്നെ റെക്കോർഡ്സ് ഓഫ് നോൺ കൺസ്യൂമബിൾസ് ആൻഡ് കൺസ്യൂമബിൾസ്, ഉപയോഗിക്കേണ്ട അകത്തേക്ക് കഴിക്കേണ്ടതും അല്ലാത്തതുമായിട്ടുള്ള മരുന്നുകളുടെയൊക്കെ ഉപയോഗവും, അതുപോലെ തന്നെ ചിലതൊക്കെ അകത്തേക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ എക്സ്റ്റേണൽ യൂസിലും ഇന്റേണൽ യൂസിലും ഉള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇയർലി സ്റ്റോക്ക് കൺഫേം ചെയ്യുക. ഹോസ്പിറ്റൽ ഫോർമുലറി, ദാറ്റ് മീൻസ് ഡ്രഗ് ലിസ്റ്റ് കീപ്പ് ചെയ്യുക. ആന്റിബയോട്ടിക് പോളിസീസ് കീപ്പ് ചെയ്യുക. ഏതെങ്കിലും ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന റിയാക്ഷൻസ് ക്യാൻ ബി ട്രീറ്റഡ്, ഇന്ന ട്രീറ്റ്മെന്റിലൂടെ അത് മാറ്റാം എന്ന് നമുക്കൊരു പോളിസി ഉണ്ടാവും ഹോസ്പിറ്റൽസിന്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ അതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് എല്ലാവർക്കും ബാധകമാണ്. അപ്പൊ ഹോസ്പിറ്റൽസിലെ മറ്റ് ആരും മാറി വന്ന് പോയാലും ഹോസ്പിറ്റൽസിലെ മറ്റ് ജോലിക്കാരൊക്കെ വന്ന് പോയാലും ആ പോളിസീസ് ഒക്കെ അവിടെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് കൊണ്ട് അവർക്കും അതെടുത്ത് ഉപയോഗിക്കാമല്ലോ, അല്ലെ? അവർക്ക് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പുതിയതായിട്ട് വരുന്ന സ്റ്റാഫ്സിലും ഒക്കെ എംപ്ലോയീസിലും ഒക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെയെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളും രീതികളൊക്കെ ഇങ്ങനെയാണ്, ഇന്നതാണെന്നൊക്കെ. ഓക്കെ, ക്ലിയർ ആയോ? ബിൻ കാർഡിന്റെ ഒരു ഫോർമാറ്റ് അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതാണ്. ബിൻ കാർഡ് എന്താണെന്നത് കാണുന്നത് പഠിക്കുന്നത് ആവശ്യമില്ല. അതൊരു കാർഡാണ് നമ്മുടെ സ്റ്റോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓരോ ഡ്രഗ്സ് അതിന്റെ റിസീവ് ചെയ്ത ഡേറ്റും അത് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു, ബാലൻസ് എത്ര ഉണ്ടെന്നൊക്കെ കാണിക്കുന്ന ഒരു കാർഡാണ് ബിൻ കാർഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ? വിടുന്നില്ല എല്ലാരും. ഓക്കെ, അവിടെ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. റെക്കോർഡ്സിന്റെ പേരിൽ ഒന്ന് വായിച്ചു നോക്കിയേ.
ഓക്കെ, വായിച്ചു നോക്കിയല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? പറയുന്നേക്കാം. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹോസ്പിറ്റൽസിൽ നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡ്രഗ്സ്. ഏകദേശം ഒരു 250 മുതൽ 300ഓളം വരെ ഡ്രഗ്സ് കീപ്പ് ചെയ്യുന്നതാണ് എല്ലാ ഹോസ്പിറ്റൽസിലും. അവരുടെ ഡ്രഗ് ലിസ്റ്റിൽ എത്രത്തോളം ടൈപ്സ് ഓഫ് മരുന്നുകളുണ്ട്. ഇനി ഹൗ ടു സ്റ്റോർ ദീസ് മെഡിസിൻസ്, ഇത്തരം മരുന്നുകൾ ഡ്രഗ്സ് ഒക്കെ എങ്ങനെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ സ്റ്റോർ ചെയ്യുന്നത്? ഇത് സ്റ്റോർ ചെയ്യണമല്ലോ, ഇതെല്ലാം ഉണ്ടെന്ന് എവിടെയെല്ലാം ഉണ്ടെന്ന് റാക്സിൽ വെക്കാൻ പറ്റില്ല. കുറെയൊക്കെ നമ്മൾ പല രീതിയിലും സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു ദ സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഡ്രഗ്സിനെ പ്രധാനമായിട്ടും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 ക്ലാസിഫിക്കേഷൻസ് ആണ് ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റോറേജ് ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണത്? ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. എല്ലാ മരുന്നുകളും സ്റ്റോർ ചെയ്യുന്നത് ഒരേ രീതിയിലല്ല, ഓരോന്നിനും അതിൻ്റെതായ ഡിഫറൻഷിയേഷൻ ഉണ്ട്. ഓക്കെ, എല്ലാം ഒരേപോലെ സ്റ്റോർ ചെയ്താൽ പറ്റില്ല. കാരണം എല്ലാം പല ടൈപ്പാണ്. ഈ സ്റ്റോറേജിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ തന്നെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ജനറൽ കോമൺ ആയിട്ടുള്ള ഡ്രഗ്സ്, നാർക്കോട്ടിക്സ് മയക്കുമരുന്ന് അനസ്തീഷ്യ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് അതുപോലെ തന്നെ ഗ്യാസസ് പോലെയുള്ള സ്പിരിറ്റ്സ് പോലെയുള്ള മരുന്നുകൾ പെട്ടെന്ന് നമ്മുടെ എയറുമായിട്ട് അല്ലെ വായുവുമായിട്ട് കോൺടാക്റ്റില് എന്താ പറയാ സമ്പർക്കത്തിൽ വരുമ്പോ ചില ഇൻഫ്ലേമബിൾ ആകുന്ന ചില മരുന്നുകളുണ്ട്, ഡ്രഗ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത്. അതുപോലെ കോൾഡ് സ്റ്റോറേജ് ഫ്രീസിംഗിൽ വെക്കേണ്ട മരുന്നുകളും ഉണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള സ്റ്റോറേജ് രീതി അനുസരിച്ച് ഡ്രഗ്സിനെ 4 ആയിട്ടാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഓരോ ഡ്രഗ്സും, അതായത് ഈ ഓരോ ടൈപ്പും ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ആൻഡ് കോൾഡ് സ്റ്റോറേജ് എങ്ങനെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതെന്ന് അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ജനറൽ ഡ്രഗ്സിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. ജനറൽ ഡ്രഗ്സ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ആൽഫബറ്റിക്കലി ഇൻ ദ ക്യാബിനറ്റ്. ഓരോ ക്യാബിനറ്റിലും ജനറൽ ഡ്രഗ്സ് നമ്മൾ എങ്ങനെ എഴുതാം? ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങോട്ട് എന്ത് ചെയ്യണം? കീപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ആൽഫബറ്റിക് ഓർഡർ എന്ന് പറഞ്ഞാൽ ABCD അനുസരിച്ച്. ഇപ്പൊ ആദ്യത്തെ അക്ഷരം തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് 2ാമത്തെ അക്ഷരം നോക്കണം, അല്ലെങ്കിൽ 3ാമത്തെ അക്ഷരം നോക്കണം. അങ്ങനെ ആ ആൽഫബറ്റിക് ഓർഡർ നോക്കിയിട്ടാണ് ഡ്രഗ്സ് എന്ത് ചെയ്യേണ്ടത്? ഓർഗനൈസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെന്താ? പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളുടെ ബിൻ കാർഡ് എന്ന് പറയുന്ന ഒരു സാധനം പറഞ്ഞു അല്ലെ? ബിൻ കാർഡ് അതിന്റെ സ്റ്റോക്ക് പൊസിഷൻ കാണിക്കുന്ന ഈ ജനറൽ ഡ്രഗ്സ് വിഭാഗത്തിൽപ്പെട്ട ഓരോന്നിനും ബിൻ കാർഡ് ഉണ്ടെങ്കിൽ ആ ബിൻ കാർഡിൽ ഓരോ സ്റ്റോക്ക് ലെവൽ, ഓരോ സ്റ്റോക്ക് പൊസിഷൻസ് കാണിച്ചിരിക്കണം. ഓരോന്നിന്റെ സ്റ്റോക്ക് ലെവൽ ഇത്ര സ്റ്റോക്ക് ഉണ്ട്, ഇന്നതാണ് ലാസ്റ്റ് ബാലൻസ് എത്രയാണെന്ന് അതിനകത്ത് കാണിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. അതെന്തിനാ കാണിക്കുന്നത്? അത് നമുക്ക് സ്റ്റോക്ക് ലെവൽ അനുസരിച്ചാലാണ് അടുത്ത ഓർഡർ എപ്പോഴാണ് പ്ലേസ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുക. അതുകൊണ്ട് സ്റ്റോക്ക് പൊസിഷൻ നിർബന്ധമായിട്ടും ബിൻ കാർഡിൽ ഡെപ്പിക്ട് ചെയ്തിരിക്കണം. ഏതിന്റെ? ജനറൽ ഡ്രഗ്സിന്റെ. പിന്നീട് സ്റ്റാർട്ടിങ് ഈ എക്സ്പയറി ഡേറ്റ് അനുസരിച്ച് ഷോർട്ട് എക്സ്പയറി ഡേറ്റ് മുതൽ, ഷോർട്ട് എക്സ്പയറി ഏറ്റവും മുമ്പില്, അതിന്റെ പുറകിൽ അതിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എക്സ്പയറി ഉള്ളത്, അങ്ങനെ പോകെ ഏറ്റവും ബാക്കിലായിരിക്കണം. റാക്സിൽ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ബാക്കിലായിരിക്കണം ലോങ് എക്സ്പയറി ഉള്ള മരുന്നുകൾ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും കുറവ് എക്സ്പയർ ഉള്ളത് ഏറ്റവും മുമ്പില്, ഏറ്റവും കൂടുതൽ എക്സ്പയർ ഉള്ളത് ഏറ്റവും ലാസ്റ്റ് വരുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ജനറൽ ഡ്രഗ്സ് അറേഞ്ച് ചെയ്യണം. എന്തിനാത്? നമ്മൾ ആദ്യം ഏറ്റവും മുമ്പിലിരിക്കുന്ന തുടങ്ങിയാൽ എടുക്കോളൂ. ഏറ്റവും ബാക്കിൽ നിന്ന് ഉള്ളിൽ കൂടി കൈയിട്ടെടുത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി എന്ത് ചെയ്യും? മറിഞ്ഞ് ഡിസ്റ്റർബ് ചെയ്ത് താഴെ പോകാൻ സാധ്യതയുണ്ട് അല്ലെ? അങ്ങനെ എടുക്കില്ല. എപ്പോഴും മുമ്പിലാണ് നമ്മൾ എടുക്കുക. ഏറ്റവും നമ്മുടെ മുമ്പിൽ കാണുന്നതല്ലോ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ റീച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഏറ്റവും ഷോർട്ട് എക്സ്പയറി ഡ്രഗ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ ഫ്രണ്ട് ആൻഡ് അതിന്റെ ബാക്കിൽ ലോങ് എക്സ്പയറി ഡ്രഗ്സ് ആണ് കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ആൻഡ് ബൈ ഡിസ്പെൻസിങ് അല്ലെങ്കിൽ സപ്ലൈയിങ് ദ മെഡിസിൻസ് ആളുകൾക്ക് കൊടുക്കുമ്പോൾ ഡിസ്പെൻസ് ചെയ്യുമ്പോൾ FIFO മെത്തേഡ് ഷുഡ് ബി ഫോളോഡ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ആണ് ഫോളോ ചെയ്യേണ്ടത്. എന്താ FIFO മെത്തേഡ് എന്ന് പറഞ്ഞാൽ? FIFO മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം വാങ്ങി വെച്ചിരിക്കുന്ന മെഡിസിൻസ് ആദ്യമായിട്ട് കൊടുത്തു തീർക്കാനായിട്ട് നോക്കണം. ഓക്കെ, ഡിസ്പെൻസ് ചെയ്യുമ്പോൾ ആദ്യം വാങ്ങി വെച്ചിരിക്കുന്ന മെഡിസിൻസ് ആയാലും ആദ്യം കൊടുത്തു തീർക്കണ്ടേ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പല സാധനങ്ങളും എന്താ പറയാ ഡെയിലി യൂസ് ചെയ്യുന്ന നിത്യോപയോഗ സാധനങ്ങൾ പലതും വാങ്ങിക്കാറുണ്ട്, വാങ്ങി വെക്കാറുണ്ട്, സ്റ്റോർ ചെയ്യാറുണ്ട്. അപ്പൊ നമ്മളപ്പോ എന്താ ചെയ്യാ? നമുക്ക് ഏറ്റവും എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് ആദ്യം വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് നമ്മൾ ആദ്യം
എടുത്ത് ഉപയോഗിക്കാം അല്ലെ. ലാസ്റ്റ് വാങ്ങിച്ചത് അവസാനം ആകുമ്പോഴേക്കൊക്കെ നമ്മൾ എടുക്കുള്ളൂ. അതങ്ങനെ അതുപോലെ തന്നെയാണ് ജനറൽ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോഴും. Then the drugs should be used before the expiry date. Expiry date കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡ്രഗ്സ് എല്ലാം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കണം. ഓക്കെ, ഡ്രഗ്സ് നമ്മൾ അവിടെ എക്സ്പയറി ഡേറ്റ് കഴിയാൻ വരുന്നത് ലാസ്റ്റ് വരെയൊക്കെ നോക്കിക്കാൻ പറ്റില്ല, അതിന് മുമ്പേ തന്നെ അത് തീർത്തോളണം. ആൻഡ് ഇഫ് എനി ഡ്രഗ്സ് ആർ ദർ വിച്ച് ഈസ് എക്സ്പയർഡ്, അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോയ ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ റൂൾസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നിയമപ്രകാരം മാത്രം അത്തരം ഡ്രഗ്സ് ഡിസ്പോസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ജനറൽ ഡ്രഗ്സ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റോർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കെയർഫുൾ ആകേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ്? drugs should be organized alphabetically. ക്യാബിനറ്റിൽ സൂക്ഷിക്കുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ കീപ്പ് ചെയ്യുക. ബിൻ കാർഡ് വേണം, സ്റ്റോക്ക് പൊസിഷൻ കാണിക്കാൻ, ഷോർട്ട് എക്സ്പയറി ഡേറ്റ് മുതലുള്ളത് ലോങ് എക്സ്പയറി ഡേറ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്ന രീതിയിൽ വേണം അറേഞ്ച് ചെയ്യാൻ. ഫിഫോ മെത്തേഡ് വേണം, നമ്മൾ എന്താ പറയാ ഈ മെഡിസിൻസ് ഡിസ്പെൻസ് ചെയ്യുമ്പോൾ കൊടുത്തു തീർക്കേണ്ടത്. ഡ്രഗ്സ് എക്സ്പയറി ചെയ്ത് തീരാൻ പോകുന്നതൊക്കെ ബിഫോർ ദ എക്സ്പയറി ഡേറ്റ് നമ്മൾ ഉപയോഗിച്ച് തീർക്കണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഡിസ്പോസ്ഡ് അക്കോർഡിംഗ് ടു ദ റൂൾ അനുസരിച്ച് മാത്രം അത്തരം മെഡിസിൻസ് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആയോ? ജനറൽ ഡ്രഗ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്നും ഹാൻഡിൽ ചെയ്യേണ്ടതെന്നും മനസ്സിലായോ? ജനറൽ ഡ്രഗ്സിന്റെ കാര്യം. ഓക്കെ, നെക്സ്റ്റ് വൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ആണ്. മയക്കുമരുന്ന്, അതായത് മയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അനസ്തേഷ്യാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ കൊടുക്കേണ്ടി വരുന്ന ഡ്രഗ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇറ്റ് ഷുഡ് ബി സ്പെഷ്യലി ഓർഗനൈസ്ഡ്. നമുക്കറിയാം ഇത്തരം മരുന്നുകൾ വളരെ അലസമായിട്ടൊന്നും നമുക്ക് ഇങ്ങനെ വലിച്ചു വാരിയൊന്നും ഇടാൻ പറ്റില്ല. വളരെ എന്താ പറയാ, വളരെ കെയർഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് സ്പെഷ്യൽ സ്ഥലത്തൊക്കെ മാറ്റി ഒക്കെ വെക്കേണ്ട ഡ്രഗ്സ് ആണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. അതിന് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. മോർഫിൻ, പെക്സിഡിൻ ആൻഡ് ബാർബിറ്റുറേറ്റ്സ് എന്ന് പറയുന്ന മെഡിസിൻസ് ഒക്കെ, ഇതൊക്കെയാണ് നാർക്കോട്ടിക്സ് വിഭാഗത്തിൽ വരുന്നത്. അപ്പൊ നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ലൈക്ക് മോർഫിൻ, പെക്സിഡിൻ, ബാർബിറ്റുറേറ്റ്സ് etc. are to be specially organized and arranged. വളരെ സ്പെഷ്യൽ കെയർ കൊടുത്ത് അറേഞ്ച്മെന്റ് ഒക്കെ നടത്തി വെക്കേണ്ട മരുന്നുകളാണ് ഇത്തരം നാർക്കോട്ടിക് ഡ്രഗ്സ്. ഓക്കെ, ഇതൊക്കെ പെയിൻ റിലീഫ് ചെയ്യുന്ന മരുന്നുകളാണ്. നമ്മുടെ വേദനകളെ കുറയ്ക്കാൻ, വേദന ഇല്ലാതാക്കാൻ അല്ലെ, എല്ലാ സർജറീസും പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. അത് വളരെ ശ്രദ്ധയോടെ കെയർഫുൾ ആയിട്ട് പ്രത്യേക അറേഞ്ച്മെന്റിലാണ് ഇതെല്ലാം സൂക്ഷിക്കേണ്ടത്. ആൻഡ് ഇതിന്റെയൊക്കെ പ്രിസൈസ് റെക്കോർഡിംഗും മെയിൻറ്റെയിൻ ചെയ്യണം. എത്രത്തോളം എടുത്ത് ഉപയോഗിച്ചു, എത്ര ഇനി ബാക്കിയുണ്ട്, അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. ആൻഡ് ഓൾവേസ് ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് അണ്ടർ ലോക്ക് ആൻഡ് കീ. ആവശ്യമില്ലാതിരിക്കുന്ന സമയത്തെല്ലാം തന്നെ അത് ലോക്ക് ചെയ്ത് താഴോട്ട് പൂട്ടി തന്നെ സൂക്ഷിക്കുക സേഫ് ആയിട്ട്. ഓക്കെ, അതും ശ്രദ്ധിക്കണം നാർക്കോട്ടിക് ഡ്രഗ്സിന്റെ കാര്യത്തിൽ. ജനറൽ ഡ്രഗ്സിനേക്കാൾ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ട ഡ്രഗ്സ് ആണ് നാർക്കോട്ടിക് ഡ്രഗ്സ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾസ് തരും. ഇങ്ങനെ മോർഫിൻ, പെക്സിഡിൻ, ബാർബിറ്റുറേറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് ഡ്രഗ്സ്. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് അല്ലെ, മോർഫിൻ, പെക്സിഡിൻ, ബാർബിറ്റുറേറ്റ്സ് ഒക്കെ ഡാഷിന് എക്സാമ്പിൾസ് ആണ്, ഡാഷ് ഡ്രഗ്സിന് എക്സാമ്പിൾസ് ആണ് എന്ന് വേണമെങ്കിൽ ചോദിക്കും. അപ്പൊ എന്താണെന്ന് പറയണം? നാർക്കോട്ടിക് ഡ്രഗ്സിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ പലതിനും ചോദിക്കും കേട്ടോ. കോൾഡ് സ്റ്റോറേജ്, അതുപോലെ തന്നെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. നമ്മുടെ ജനറൽ ഡ്രഗ്സിൽ മാത്രമേ എക്സാമ്പിൾസ് ഇല്ലാത്തതുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? നാർക്കോട്ടിക്സ് മനസ്സിലായോ? ഓക്കെ, ഈ മനസ്സിലായോ എന്ന് ഇടയ്ക്ക് വെച്ച് തോന്നിയത് ഞാൻ നിർത്തുന്നതാ. അന്നേരം പറയണം മനസ്സിലായില്ലെങ്കിൽ. ഓക്കെ, ഇവിടെ കുറെ പേരൊക്കെ എസും അതുപോലെ തന്നെ തമ്പൊക്കെ ഇടുന്നുണ്ട്. അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് അല്ലെ? അങ്ങനെയല്ലേ? നമ്മൾ അങ്ങനെ കാണുമ്പോ അങ്ങനെയല്ലേ വിചാരിക്കാം? നിങ്ങൾ അങ്ങനെയല്ല? യെസ്, ഓക്കെ. അപ്പൊ നാർക്കോട്ടിക് ഡ്രഗ്സ് കഴിഞ്ഞു. നമ്മുടെ ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആണ്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് എന്താണ്? ഇതിനും അതെ കുറച്ച് സ്പെഷ്യൽ കെയർ തന്നെ കൊടുത്ത് വളരെ എന്താ പറയാ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഡ്രഗ്സ് ആണ്. വിച്ച് ഈസ് അതിന്റെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. സ്പിരിറ്റ്സ്, ഗ്യാസ് ആൻഡ് കെമിക്കൽസ്. പലതരത്തിലുള്ള സ്പിരിറ്റുകള്, ഗ്യാസുകള്, പല കെമിക്കൽസ്, ഇതെല്ലാം തന്നെ ഡിഫറെന്റ് എൻക്ലോഷേഴ്സിൽ എന്ന് വെച്ചാൽ എന്താ
ഡിഫറെന്റ് പല വ്യത്യസ്തമായിട്ടുള്ള വേറെ ഏതെങ്കിലും ഈ പറയുന്ന ബാക്കിയുള്ള ജനറൽ ഡ്രഗ്സോ അതുപോലെ തന്നെ നാർക്കോട്ടിക് ഡ്രഗ്സോ ഒക്കെ വെച്ചിരിക്കുന്നതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി കൂട്ടി കുഴച്ചിട്ടല്ല. പ്രത്യേകം എന്താ പറയാ അടച്ചുറപ്പുള്ള സ്ഥലത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കേണ്ടത്. ആൻഡ് ഇതിന് ഇത്തരം മരുന്നുകളൊക്കെ എന്താ പറയാ നമ്മള് സ്റ്റോർ ചെയ്യുന്ന സ്ഥലത്ത് എന്താ പറയാ സ്പെസിഫിക് ആയിട്ട് അതിന് വെന്റിലേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റൂംസിലായിരിക്കും അത് വെക്കേണ്ടത്. വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ എയർ പാസേജ് ഉള്ളത് ഇതല്ലേ, ഇവിടുന്ന് അകത്തുനിന്നുള്ള വായു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. കാരണം സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ് ആണ്. ഇതൊക്കെ വായുവിലേക്ക് പെട്ടെന്ന് ലീക്ക് ആയാൽ ഇങ്ങനെ വ്യാപിക്കും, ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ നിൽക്കും അല്ലെ. അത് വെന്റിലേഷൻ ഉണ്ടെങ്കിൽ അത് അതിൽ നിന്ന് തള്ളി പുറത്തേക്ക് പോകോളും. അങ്ങനെ അവിടെ തന്നെ തങ്ങി നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ വന്ന് വാതിൽ തുറന്നു കയറി കഴിയുമ്പോൾ ചിലപ്പോൾ കയ്യിലുള്ള എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്, ഇപ്പൊ അറ്റ്ലീസ്റ്റ് നമുക്കറിയാം വീട്ടിലുള്ള മുറിയൊക്കെ ആണെങ്കിൽ ലൈറ്റിന് വേണ്ടി നമ്മൾ വേണമെങ്കിൽ മൊബൈലിലെ ടോർച്ച് വേണമെങ്കിൽ ഓൺ ചെയ്യും. അപ്പൊ അതിൽ നിന്നുണ്ടാകുന്ന റേസ് ഇതിനകത്തുള്ള ആ ഒരു ഗ്യാസുമായിട്ടൊക്കെ കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻഫ്ലേമബിൾ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് സ്പെസിഫിക് ആയിട്ട് വെന്റിലേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെയൊക്കെ അതിന് പുറത്തേക്ക് പോയിട്ടുണ്ടായിരിക്കും. അപ്പൊ സഫീഷ്യന്റ് വെന്റിലേഷൻ കൊടുക്കണം. ഇനി എങ്ങാനും എന്തെങ്കിലും എക്സ്പ്ലോഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെ, ഇൻഫ്ലമേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് എക്സ്റ്റിങ്യൂഷ് ചെയ്യാനുള്ള അത്തരം കത്തുകല്ലുകൾ എടുക്കാൻ വേണ്ടിയിട്ടേ എക്സ്റ്റിങ്യൂഷ് ചെയ്യാനുള്ള ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റുകളും ഹോസ്പിറ്റൽസിലുണ്ടാകണം. മിക്ക ഹോസ്പിറ്റൽസിലും ഉണ്ട് അല്ലെ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്. എവിടെയെങ്കിലൊക്കെ കാണാലോ നിങ്ങൾ, നമ്മുടെ ഗ്യാസ് സിലിണ്ടർ പോലത്തെ കുഞ്ഞിത് ഭിത്തിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് പൊക്കത്തിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. അതല്ല, തീർച്ചയായിട്ടും അത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കീപ്പ് ചെയ്തിരിക്കുന്നതിന്റെ അടുത്ത് എന്തായാലും അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് വേണം, ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ്. പെട്ടെന്നൊക്കെ ഉണ്ടാകുന്ന തീപിടുത്തമൊക്കെ ആദ്യം റെഡ് കളറിലുള്ള ഒരു സിലിണ്ടർ തന്നെ അത് എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും ഹോസ്പിറ്റൽസ്. ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് വെച്ചിരിക്കുന്നതിന്റെ അടുത്ത് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അവിടെയൊക്കെ ഇത്തരം ഗ്യാസസും സ്പിരിറ്റ്സും ഒക്കെ വെച്ചിരിക്കുന്നുണ്ട്, പെട്ടെന്ന് തീപിടുത്തമൊക്കെ ഉണ്ടാകാൻ ചാൻസസ് ഉള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കെടുത്താൻ വേണ്ടി എക്സ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് നമുക്ക് ഈ ഒരു എന്താ പറയാ ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റുകൾ അതിന് വേണ്ടിയിട്ടുള്ളത്. അത് വേഗം നമുക്കത് എടുത്തിട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ ഗ്യാസ് അവിടെ വ്യാപിക്കുമ്പോൾ ആ ഫയർ തീ കെടാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഗ്യാസ് ആണ് അതിനകത്തുള്ളത്, തീ കെടുത്തുന്നതിന് സഹായിക്കുന്ന കാര്യമാണ്. ആൻഡ് ഇനി മാത്രമല്ല പറ്റുമെങ്കിൽ എക്സോസ്റ്റ് ഫാൻസും ആ ഒരു റൂമിൽ അത്തരം മെഡിസിൻസ് വെച്ചിരിക്കുന്ന റൂംസിൽ പ്രൊവൈഡ് ചെയ്യും. എക്സോസ്റ്റ് ഫാൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, പുറത്തേക്ക് ഇങ്ങനെ നമ്മുടെ വെന്റിലേഷൻ്റെ ഒക്കെ അവിടെയായിട്ട് പുറത്തേക്ക് ഒരു ഫാനാണ്. ഇതിനകത്തുള്ള എന്താ പറയാ മോശം സ്മെല്ലും അതുപോലെ തന്നെ ഇതുപോലുള്ള ചില വാതകങ്ങളൊക്കെ തങ്ങി നിൽക്കുമ്പോൾ അതൊക്കെ പുറത്തേക്ക് പുറത്തേക്ക് കളയുന്ന ഒരു ഫാനാണ്. അപ്പൊ അത്തരം എക്സോസ്റ്റ് ഫാൻസും എയർ പാസേജിന് വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നത് ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കീപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് അത്യാവശ്യമാണ്. ക്ലിയർ ആയോ? ഇൻഫ്ലേമബിൾ ഡ്രഗ്സിന് എക്സാമ്പിൾസ് സ്പിരിറ്റ്, ഗ്യാസ്, കെമിക്കൽസ്. ഈ ഇൻഫ്ലേമബിൾ ഗ്യാസ് വെച്ചിരിക്കുന്ന ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് കീപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വെന്റിലേഷൻ വേണം, ഫയർ ഫൈറ്റിംഗ് അറേഞ്ച്മെന്റ് വേണം, ആൻഡ് എക്സോസ്റ്റ് ഫാൻസ്. ഇത് മൂന്ന് കാര്യങ്ങൾ ഇൻഫ്ലേമബിൾ ഡ്രഗ്സിൽ വരുന്നത്. അത് മൂന്നും നമ്മൾ വേറെ എവിടെയും കേട്ടില്ല, ഓർത്തിരിക്കുക കേട്ടാ. അപ്പൊ ചോദ്യങ്ങൾ ആ വഴിക്കൊക്കെ ഇങ്ങനെ മറിഞ്ഞൊക്കെ വരും. ആൻഡ് ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് സ്റ്റോറിങ്ങിന്റെ ബേസിസില് നമ്മുടെ ഡ്രഗ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതിൽ നാലാമത്തേതാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. എന്താ കോൾഡ് സ്റ്റോറേജ്? നമുക്ക് തണുപ്പിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളുണ്ട് ഇല്ലേ, ഉണ്ടല്ലോ. ചില മരുന്നൊക്കെ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന മരുന്നുകളുണ്ട്. ഡ്രഗ്സ് സച്ച് ആസ് ആന്റിബയോട്ടിക്സ്, വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് എക്സെട്രാ ഷുഡ് ബി കോൾഡ് സ്റ്റോറേജ് റൂമിലായിരിക്കും കീപ്പ് ചെയ്യേണ്ടത്. വിച്ച് ഈസ് അബൌട്ട് 15 degree to 20 degree Celsius. ഏകദേശം 15 degree Celsius മുതൽ 20 degree Celsius വരെ കൂളിംഗ് കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു എൻക്ലോഷർ അല്ലെങ്കിൽ ഒരു റൂമിലായിരിക്കണം. അതുപോലെയുള്ള ഒരു കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്തായിരിക്കണം വിറ്റാമിൻസ്, ലിവർ എക്സ്ട്രാക്ട്സ് അതുപോലെ തന്നെ ആന്റിബയോട്ടിക് പോലെയുള്ള ഡ്രഗ്സ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഈ പറയുന്ന കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സിനൊക്കെ എക്സാമ്പിൾസ് ആന്റിബയോട്ടിക്സ്, ലിവർ എക്സ്ട്രാക്ട്സ് ആൻഡ് വിറ്റാമിൻസ്. ഓക്കെ, ഇതൊക്കെ ഏത് ഡിഗ്രിയിലാണ് സൂക്ഷിക്കേണ്ടത്? 15 degree Celsius to 20 degree Celsius ആണ്. ആൻഡ് the room should be air conditioned, അതായത് വിത്ത് ടെമ്പറേച്ചർ കൺട്രോൾ ഫെസിലിറ്റി. എയർ കണ്ടീഷൻഡ് ആയിരിക്കണം, മാത്രമല്ല ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു താപനില കൺട്രോൾ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിരിക്കണം എന്ത് പറയാ ഇങ്ങനെയുള്ള ഡ്രഗ്സ് സൂക്ഷിക്കുന്ന റൂം എന്ന് പറയുന്നത്. എയർ കണ്ടീഷൻഡ് ആയിരിക്കണം, മാത്രമല്ല ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഫെസിലിറ്റിയും അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള റൂമിലായിരിക്കണം ഇത്തരം കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ ഇതുപോലെ തന്നെ ഈ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കേണ്ട മറ്റു കുറച്ച് ഡ്രഗ്സുകളുടെ പേര് പറയുന്നുണ്ട്. വാക്സിൻസ്, സെറംസ് ആൻഡ് ഹോർമോൺസ്.
സെറം, അതുപോലെ തന്നെ വാക്സിൻ, ഹോർമോൺ, ഇങ്ങനെയുള്ള സാധനങ്ങളും നമ്മൾ ഇത്തരം കോൾഡ് സ്റ്റോറേജ് സിസ്റ്റത്തിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. അതിന് ഏകദേശം 2 ഡിഗ്രി to 8 ഡിഗ്രി സെൽഷ്യസ് ആണ് ഡീപ്പ് ഫ്രീസിംഗ് ആണ് വേണ്ടത് കേട്ടോ. 2 ഡിഗ്രി 8 ഡിഗ്രി എന്ന് പറയുമ്പോൾ നന്നായിട്ട് തണുക്കണം. കുറച്ചുകൂടി തണുപ്പ് കൂടുതൽ ആവശ്യമുണ്ട്. ഏത് ആന്റിബയോട്ടിക്സും വൈറ്റമിൻസും ലിവർ എക്സ്ട്രാക്ട്സും അതിനേക്കാൾ കൂടുതൽ, അതിന് 15 ഡിഗ്രി to 20 ഡിഗ്രി സെൽഷ്യസ് മതി കോൾഡ് അല്ലെ. എവിടെയാണെങ്കിൽ 2 ഡിഗ്രി ഡീപ്പ് ഫ്രീസിംഗ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ ഒരു വാക്കിൻ കൂളറിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ ഒക്കെ ആയിരിക്കണം അത്തരം ഡ്രഗ്സ് കീപ്പ് ചെയ്യേണ്ടത്. ഏതൊക്കെയാണ്? സെറ, വിറ്റാമിൻസ്, വാക്സിൻസ് ആൻഡ് ഹോർമോൺസ്. അത് 2 ഡിഗ്രി to 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. പിന്നെ ഈ റൂമിന്റെ ഒക്കെ ടെമ്പറേച്ചർ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയൽ തെർമോമീറ്റർ, അതായത് നമ്മളുടെ മുറിയുടെ ഇത്തരം ഡ്രഗ്സ് സൂക്ഷിക്കുന്ന മുറിയുടെ ടെമ്പറേച്ചർ ലെവൽ കാണിക്കുന്ന ഒരു ഡയൽ തെർമോമീറ്റർ. ഇത്രയാണ് ഈ മുറിയുടെ ഹീറ്റിംഗ് അല്ലെങ്കിൽ ചൂട് ഇത്രയാണെങ്കിൽ ഇതിന്റെ ടെമ്പറേച്ചർ ഇത്രയാണെന്ന് കാണിക്കുന്ന ഒരു ഡയൽ തെർമോമീറ്റർ, ടെമ്പറേച്ചർ ചാർട്ടിങ് പ്രകാരമുള്ള ഒരു ഡയൽ തെർമോമീറ്ററും ഉണ്ടെങ്കിൽ അതും കൂടി ഉണ്ടായിരിക്കണം. ഏത്? ഇത്തരം കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. കാരണം ആ ടെമ്പറേച്ചർ ഇങ്ങനെ കൂടി പോകുമോ, ഭയങ്കര ചൂടായി പോകുകയോ ചെയ്യണമെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് എന്തെങ്കിലും സാഹചര്യം ചെയ്യണമല്ലോ. കാരണം അത്തരം മെഡിസിൻസ് ആണ് അവിടെ സൂക്ഷിച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ കൂടിയും കുറഞ്ഞൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഡെപ്പിക്ട് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡയൽ തെർമോമീറ്റർ കൂടി ആ ഒരു ഫെസിലിറ്റി ഉള്ള റൂമിൽ അവൈലബിൾ ആയിരിക്കണം. അതാണ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ് കീപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ? മനസ്സിലായോ? നോക്ക്, 4 ക്ലാസിഫിക്കേഷൻസ് ആണ്: ജനറൽ ഡ്രഗ്സ്, നാർക്കോട്ടിക് ഡ്രഗ്സ്, ഇൻഫ്ലേമബിൾ ഡ്രഗ്സ് ആൻഡ് കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സ്. ക്ലിയർ ആയി? നോക്കൊന്ന് വേഗം ജസ്റ്റ് ഒന്ന് വേഗം വായിച്ചൂലേ 4 എണ്ണം. നാലെണ്ണം ഓരോ പോയിന്റുകൾ വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞോ വായിച്ച്? ഓക്കെ, അടുത്തതിലേക്ക് പോയിക്കോട്ടെ. അടുത്തൊരു ചെറിയ ടോപ്പിക് കൂടെ എടുക്കണം. കൂടെ നിർത്താം, എപ്പം തന്നാലും നിർത്തും. മെഡിക്കേഷൻ പ്രൊസീജിയർ ആണ്. ഇനി എങ്ങനെയാണ് മരുന്നുകളൊക്കെ കൊടുക്കുന്നത്? മരുന്ന് വാങ്ങിച്ചു വെച്ചു ഫാർമസിയില്, മരുന്നുകളുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മരുന്നുകൾ എങ്ങനെ സ്റ്റോർ ചെയ്യുന്ന വെക്കുന്ന അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി മെഡിക്കേഷൻസ് ആണ്. മരുന്നുകൾ ആളുകളിലേക്ക് എങ്ങനെ കൊടുക്കുക? നമ്മളിവിടെ പറയാൻ പോകുന്നത് മെഡിക്കേഷൻ മെത്തേഡ് ഓഫ് IPD ആണ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള അല്ലെങ്കിൽ ക്യാബിനിലും വാർഡിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിന് മരുന്നുകൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പേഷ്യൻസിന് ഹൗ ദ മെഡിസിൻസ് ആർ പ്രൊവൈഡഡ്, മെഡിസിൻസ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു, ഓരോ പോയിന്റ് വൈസ് അവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം, മരുന്ന് നമ്മൾ ഓടിപ്പോയിട്ട് നമുക്ക് ഇല്ല രോഗമാണ് വേഗം പോയിട്ട് നമ്മളാണോ നേരിട്ട് ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കുക? അല്ല, ഡോക്ടേഴ്സ് റൈറ്റ് ദ പ്രിസ്ക്രിപ്ഷൻസ് ഫോർ ദ മെഡിസിൻസ്. നമ്മുടെ രോഗം നോക്കി
എന്താ പറയാ രോഗമൊക്കെ ഇങ്ങനെ പരിശോധിച്ചൊക്കെ നോക്കി ഫിസിക്കൽ എക്സാമിനേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ആയിരിക്കാം, അതിലൂടെയൊക്കെ ആ രോഗത്തെ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് വേണ്ടിയിട്ടുള്ള മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യും. ആര് പ്രിസ്ക്രൈബ് ചെയ്യും? ഡോക്ടേഴ്സ്. നമുക്കറിയാലോ ഡോക്ടേഴ്സ് എഴുതുന്ന മരുന്നുകളുടെ പേരുകൾ എത്ര പേർക്ക് വായിക്കാൻ പറ്റും? എല്ലാം നമുക്ക് വായിക്കാൻ പറ്റുന്നതാണോ? എല്ലാ മരുന്നിന്റെ പേര് നമ്മൾ എഴുതുമ്പോൾ തന്നെ വായിക്കുമോ? ഇത് ഇന്ന മരുന്നാണ് അറിയാവുന്നവരല്ല. എല്ലാ മരുന്നുകളുടെയും പേരുകൾ നമുക്ക് എല്ലാം വായിക്കാൻ പറ്റുമോ? പറ്റില്ല. അവരെവിടെ നിന്നാണോ ഈ ഹാൻഡ് റൈറ്റിംഗ് പഠിക്കുന്നത്? നമ്മളൊക്കെ പഠിക്കുന്ന പോലെ ചെറിയ ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലെ. എന്നാലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവരോ മറ്റുള്ളവരോ ആരെങ്കിലും തന്നെ ഇതുപോലെയുള്ള ഒരു എഴുത്തുകൾ എഴുതി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ അപൂർവമാണ്. കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ എങ്ങനെ അറിയില്ല, ഡോക്ടേഴ്സ് ആയി കഴിയുമ്പോൾ ദേ ഹാവ് ദെയർ ഓൺ ഹാൻഡ് റൈറ്റിംഗ് അല്ലെ. അവർക്ക് അവരുടേതായ ഹാൻഡ് റിട്ടൺ ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തൊന്നും ഒരു കാര്യം മനസ്സിലാവില്ല. ചിലപ്പോൾ ആദ്യത്തെ അക്ഷരം ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, എം എന്നോ എ എന്നോ പി എന്നൊക്കെ. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് എന്താണെന്ന് നമ്മൾ ഊഹിച്ചെടുക്കണം. ചില മരുന്നുകളൊക്കെ കുറെ പ്രാവശ്യമൊക്കെ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ അത് ഇന്ന മരുന്നാ അല്ലെ. കുറെ പ്രാവശ്യം നമുക്ക് അതേ മരുന്ന് തന്നെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അതെന്ത് മരുന്നാണ്. അപ്പൊ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഡോക്ടേഴ്സ് ആണ്. ആൻഡ് അവരുടെ റൈറ്റിംഗ്സ് വി കനോട്ട് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് തന്നെയല്ല, ഫാർമസിയിൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല, എല്ലാവർക്കും മനസ്സിലാവില്ല. സോ ദ നഴ്സസ് ഹു ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ക്രൈബിംഗ് ദ പ്രിസ്ക്രിപ്ഷൻ വിച്ച് ഇസ് റിട്ടൺ ബൈ ദ ഡോക്ടേഴ്സ് by using electronic machines onto HIS, അതായത് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം. നമ്മുടെ ഹോസ്പിറ്റലിന്റെ IT സിസ്റ്റം ഉപയോഗിച്ച് കമ്പ്യൂട്ടറുടെ സഹായത്തോടെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻസ് ട്രാൻസ്ക്രൈബ് ചെയ്യും വേറെ രീതിയിലേക്ക്. ആര്? നഴ്സസ് ആണ്. അവിടെയുള്ള അതിന് പ്രത്യേകം റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സസ് ഉണ്ട്. അപ്പൊ അവരാണ് ഈ പറയുന്ന മരുന്നുകൾ അവരുടെ ഡോക്ടേഴ്സിന്റെ എഴുത്തുകൾ നോക്കി ട്രാൻസ്ക്രൈബ് ചെയ്ത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് അതിന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നു? ഈ മെഡിസിൻസിന്റെ പേരുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. ആൻഡ് അറ്റ് ദ ഫാർമസി ഡിപ്പാർട്ട്മെന്റ്, അത് കഴിഞ്ഞിട്ട് അത് ഇവിടെ വരും, ഫാർമസി ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലേക്ക് വരും. ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഹു ഈസ് റെസ്പോൺസിബിൾ, ആരാണോ ആ ഫാർമസിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നടത്തുന്നതെന്ന് വെച്ചാൽ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ടായിരിക്കും. അവർ ഈ ഇലക്ട്രോണിക് മെഷീൻ ഉപയോഗിച്ച് ഡെവലപ്പ് ദിസ് ഫോം, അല്ലെങ്കിൽ ഈ ഒരു പ്രിസ്ക്രിപ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു എ പ്രിന്റഡ് ഫോം, മെഡിക്കേഷൻ ഓർഡർ. ഒരു പ്രിന്റഡ് മെഡിക്കേഷൻ ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോമിലേക്ക് ഈ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് അതിനെ മാറ്റുന്നു. അതായത് നഴ്സുമാര് അത് ട്രാൻസ്ക്രൈബ് ചെയ്യും. അതിനുശേഷം അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് ഈ പറയുന്ന ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ അതിന്റെ ഒരു പ്രിന്റ് ഔട്ട് മെഡിസിൻസിന്റെ പേര് വ്യക്തമായിട്ട് അവിടെ കുപ്പിയിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന മരുന്നുകൾ നോക്കി കൃത്യമായിട്ട് എനിക്ക് നോക്കിയെടുക്കാൻ പാകത്തിലുള്ള ഒരു പ്രിന്റഡ് ഓർഡർ, മെഡിക്കേഷൻ ഓർഡർ ആയിട്ട് അവർ മാറ്റിയെടുക്കും. എന്നാലും മാത്രമേ ഇത് നോക്കി അവർക്ക് മെഡിസിൻസ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഓടി അങ്ങോട്ട് കൊണ്ടുവന്ന് ഡോക്ടർമാര് അത് എഴുതിയത് വെച്ച് ഓടി ചെന്നിട്ട് അങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റില്ല എല്ലാ മെഡിസിൻസും. അപ്പോൾ ചില മെഡിസിൻസ് അങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്ത് മെഡിക്കേഷൻ ഒരു ഓർഡർ ഫോമിലേക്ക് ആക്കി പ്രിന്റഡ് ഫോമിലേക്ക് ആക്കി മാറ്റുന്നു എന്നുള്ളത് അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫാണ്. ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് നഴ്സസ് ആണ്. പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത് ഡോക്ടേഴ്സ് ആണ്. എല്ലാം വേറെ വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ മേക്കിംഗ് ഈ പ്രിന്റഡ് ഫോമിലേക്ക് ആക്കിയതിന് ശേഷം ഡിസ്പെൻസേഴ്സ്, അതായത് മരുന്ന് എടുക്കുന്നവര് അവരവരുടെ ഷെൽഫിൽ നിന്ന് അല്ലെങ്കിൽ ക്യാബിനറ്റിൽ നിന്ന് എവിടെ നിന്നൊക്കെയാണോ ആ മെഡിക്കേഷൻ ഓർഡർ പ്രകാരമുള്ള മരുന്നുകൾ അവിടെ പോയിട്ട് നോക്കി ഇങ്ങോട്ട് എഴുതും. മനസ്സിലായല്ലോ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡിസ്പെൻസേഴ്സ് ഫിസിക്കലി ഒബ്റ്റെയിൻ ദ മെഡിസിൻസ്, മീഡിയെന്നാണ് പറയുന്നത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. മെഡിസിൻസ് ഫ്രം ദ ഷെൽഫ്സ്, ആ ഷെൽഫുകളിൽ നിന്ന് എടുക്കുന്നു ടു ദ ഡിസ്പെൻസിങ് ടേബിൾ. അവർ അവിടെ നിന്ന് ഷെൽഫിൽ നിന്നൊക്കെ പോയി എടുത്ത് അത് ഡിസ്പെൻസ് ചെയ്യേണ്ട ടേബിളിലേക്ക് കൊണ്ടുവന്ന് വെക്കും. along with that മെഡിക്കേഷൻ ഓർഡർ, അവർക്ക് അവർ ഏത് ഓർഡർ വെച്ചിട്ടാണോ ആ മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്തത് ആ ഓർഡറിന്റെ ഒപ്പം തന്നെ ഒന്നുകിൽ ആ ഓർഡർ ഫോം ഇങ്ങനെ വെക്കും, അതിന്റെ മുകളിൽ മരുന്നുകൾ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അതെല്ലാം കൂടി ആ ടേബിളിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. ആരും ഡിസ്പെൻസേഴ്സ്, മരുന്ന് എടുക്കുന്നവര് അതെടുത്ത് മരുന്നുകളും അതിന്റെ ഒപ്പം തന്നെ ആ ഫോമും കൂടി ആ മെഡിക്കേഷൻ ഓർഡറും കൂടി അവിടെ കൊണ്ടുവന്ന് ടേബിളിൽ പ്ലേസ് ചെയ്യുന്നു. Then after that these medicines are kept in small medication card. ഓരോ കുഞ്ഞു കാർഡിലും ചെറിയ കാർഡിൽ ഓരോ മരുന്നുകൾ കൃത്യമായിട്ട് ഇടും. എന്നിട്ട് അതും ഇത് ഇട്ടതിന് ശേഷം വീണ്ടും ആ മെഡിക്കേഷൻ ഓർഡറിനോടൊപ്പം അത് അവിടെ കൊണ്ടുവന്ന് വീണ്ടും അത് പ്ലേസ് ചെയ്യും. മനസ്സിലായപ്പോ മരുന്ന് എടുക്കുന്ന പ്രൊസീജിയർ, മരുന്ന് എടുത്തതിന് ശേഷം ഓരോ കുഞ്ഞു കവറുകളിലേക്ക് ഇടുന്ന മറ്റൊരു പ്രൊസീജിയർ,
After that, the pharmacist cross-check this medications with the order. ഈ തന്നിരിക്കുന്ന ഓർഡറും ഈ മെഡിസിൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഫാർമസിസ്റ്റ് വന്ന് എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്ത് നോക്കും. മരുന്ന് ഏതെങ്കിലും മാറിപ്പോയിട്ടുണ്ടോ, പേഷ്യന്റിന്റെ പേര് വെച്ച് തന്നെയുള്ള മരുന്ന് തന്നെയാണോ എടുത്തിരിക്കുന്നത് എന്നൊക്കെ വ്യക്തമാക്കാൻ വേണ്ടി, കൺഫേം ചെയ്യാൻ വേണ്ടി ഇതെല്ലാം കൂടി എന്ത് ചെയ്യും, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ആരാ ചെയ്യുന്നത്? ഫാർമസിസ്റ്റുകൾ. അത് ക്രോസ് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ആഫ്റ്റർ വെരിഫിക്കേഷൻ, അത് വെരിഫിക്കേ ചെയ്തതിന് ശേഷം ഡിസ്പെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാർമസിയിൽ ഇത് വിൽ കെപ്റ്റ് ഇൻ ബാഗ്സ്, എല്ലാ ബാഗുകളിലേക്ക് ആക്കി ഇവർ ഓരോന്നൊക്കെ എടുത്ത് അതിൽ ആഫ്റ്റർ അതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ലേബലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ലേബലിംഗ് ഒക്കെ നടത്തി അത് കൃത്യമായിട്ട് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കും. ഏതിന്റെ ഒപ്പം തന്നെ വീണ്ടും ആ മെഡിക്കേഷൻ ഓർഡറിന്റെ ഒപ്പം തന്നെയാണ് വെക്കണേ. കാരണം എത്ര ആളുകൾ അത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ കയ്യിലേക്ക്, പിന്നെ നമ്മുടെ എല്ലാ ഇൻപേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് കിടന്ന് ചികിത്സിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത് വരെ ഈ മെഡിക്കേഷൻ ഓർഡർ പല പ്രാവശ്യം ഇങ്ങനെ പല ആളുകളുടെ കൈകളിലൂടെ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ടാ വരിക. അപ്പൊ ഓരോ പ്രാവശ്യം ചെക്ക് ചെയ്യുന്നു. പേഷ്യന്റ് വൈസ് ഓരോ 1, 2, 3 പേരൊക്കെ വാർഡിലൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ, അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഓരോ നഴ്സുമാരൊന്നും വാങ്ങിച്ചിട്ടുകൊണ്ട എല്ലാവർക്കും കൂടി വേണ്ടി ഒരു നഴ്സ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫ്ലോറിലുള്ള നഴ്സ് ആയിരിക്കും വന്ന് ഈ മെഡിസിൻസ് ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്യുക. അപ്പൊ അത് പേഷ്യന്റ് വൈസ് ഓരോ ബാഗ്സിലാക്കി ആ ചെറിയ ചെറിയ കാർഡുകളൊക്കെ ഒരു ബാഗിലാക്കിയിട്ട് അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ആരുടെ? നഴ്സിന്റെ കയ്യിലേക്ക്. ആർ റെസ്പോൺസിബിൾ, ആരാണോ ആ ഒരു ഫ്ലോറിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സസ് അവരാണ് അതൊന്ന് മാറ്റിട്ട് പോകുക. ബട്ട് ബിഫോർ ലീവിംഗ് ദ ഫാർമസി, ആ ഫാർമസിയുടെ ഫ്രണ്ടിൽ നിന്ന് അവരത് വിട്ടു പോകുന്നതിന് മുമ്പ് they have to check ആര്? നഴ്സസും കൺഫേം ചെയ്യണം വെദർ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് അക്കോർഡിംഗ് ടു ദ പേഷ്യന്റ്. പേഷ്യന്റുകളുടെ പേരൻസസ് തന്നെ തന്നിട്ടുണ്ടോ, എത്ര ക്വാണ്ടിറ്റീസ്, എത്ര എണ്ണമാണോ വേണ്ട അത് കൃത്യമായി തന്നിട്ടുണ്ടോ, 3 നേരം കൊടുക്കേണ്ട മരുന്ന് 3 നേരം തന്നെ കഴിക്കാനുള്ളത് ഇതിനകത്ത് തന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കണം. അവരത് വെരിഫൈ ചെയ്യണം. എന്നിട്ട് they will be provided to the patients. അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോയി ഓരോ മരുന്നുകളും പേഷ്യൻസിന്റെ കൈകളിലേക്ക് അവരുടെ ക്യാബിനറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ടേബിളിന്റെ അവിടെ വരെ എത്തിക്കുന്നു. ചിലപ്പോൾ നേരിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുക, കൊടുക്കേണ്ട സമയത്ത് നേരത്തെ അവർ തന്നെയായിരിക്കും കൊടുക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇൻപേഷ്യന്റ് ആയിട്ടുള്ള പേഷ്യൻസിലേക്ക് എവിടെന്ന് ഫാർമസിയിൽ ഇരിക്കുന്ന മരുന്ന് പേഷ്യന്റിന്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൈകളിലേക്ക് എത്തുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഇത്രയും പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും, അത് നഴ്സസ് ട്രാൻസ്ക്രൈബ് ചെയ്യും ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഇലക്ട്രോണിക് മെഷീന്റെ സഹായത്തോടെ തന്നെ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ഇൻടു എ മെഡിക്കേഷൻ ഓർഡർ. അല്ലെ, മരുന്നുകളുടെ ഒരു ഓർഡർ ഷീറ്റ് ആക്കി മാറ്റുന്നു. ആ ഓർഡർ ഷീറ്റ് നോക്കി ഡിസ്പെൻസേഴ്സ് മരുന്നുകൾ ഷെൽഫിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, അതിനകത്ത് ടേബിളിൽ വെക്കുന്നു. അവിടെ ടേബിളിൽ വെച്ചതിന് ശേഷം വീണ്ടും അത് സ്മോൾ കാർട്ടുകളിലേക്ക് പ്ലേസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മെഡിക്കേഷൻ ഓർഡറും പ്ലേസ് ചെയ്യുന്നു. അത് അതിനുശേഷം ഫാർമസിസ്റ്റുകൾ വന്ന് അത് ക്രോസ് ചെക്ക് ചെയ്യുന്നു, ലേബൽ ചെയ്യുന്നു. ലേബലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും അത് കവറിലാക്കുന്നു. റെസ്പോൺസിബിൾ ആയിട്ടുള്ള നഴ്സിൽ ആരാണോ ആ ഫ്ലോറിൽ, റെസ്പെക്റ്റീവ് ഫ്ലോറിൽ വാർഡുകളതിന്റെ റൂംസിൽ കിടക്കുന്നവരെയാണോ അവരുമായി ബന്ധപ്പെട്ട ഓരോ ഫ്ലോറിൽ ഒരു നഴ്സ് ഉണ്ടായിരിക്കും. അവർ വന്നത് കളക്ട് ചെയ്യുന്നു. അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇത് ചെക്ക് ചെയ്ത് നോക്കുന്നു, പേഷ്യൻസിന് ആവശ്യത്തിന് കൊടുക്കാനുള്ളതുണ്ടോ, അഡക്വേറ്റ് ആയിട്ടുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കി അവരുടെ കൈകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നു. ഇതാണ് മെഡിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഇൻ IPD. മനസ്സിലായോ? പേഷ്യൻസിന് കൊടുക്കേണ്ട മരുന്നുകൾ ഇത് ഈ വഴിയാണ്, ഈ ഒരു പ്രൊസീജിയർ മുഖേനയാണ് അവരുടെ കൈകളിലേക്ക് എത്തുന്നത്, അവരുടെ മരുന്ന് കഴിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? അത്രയും പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ല? ഓക്കെ, മനസ്സിലായി. യെസ്. ആൻഡ് ഇതിനകത്ത് കൂടി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഇൻപേഷ്യൻസ് നമുക്കറിയാം, ദേ ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ ബിഫോർ ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് സം പേഷ്യൻസ് മേ റിക്വയർ ഫോർ ദെയർ ഇന്റൻഡ്. അതായത് ഹോസ്പിറ്റൽസിൽ വിട്ടുപോകുന്നതിന് മുമ്പ്, ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് അവർ ആ ഹോസ്പിറ്റലിൽ കിടന്നതിന്റെ അല്ലെങ്കിൽ കിടത്തി ചികിത്സിച്ചതിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുടെയും ഒരു ഇന്റന്റ് വേണമെങ്കിൽ അവർ ചിലപ്പോൾ ചോദിക്കാം. എന്ന് വെച്ചാൽ ഒരു ചാർട്ട്, അവര് എന്തൊക്കെ ചികിത്സയാണ് അവിടെ കിട്ടിയത്, എന്തൊക്കെ മരുന്നുകളാണ് കഴിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ചില ആളുകൾക്ക് ചിലപ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, റെഫറൻസിന് വേണ്ടിയിട്ടായിരിക്കാം. അപ്പൊ പോകുന്നതിന് മുമ്പ് അതിന്റെ ഒരു സമ്മറി,
രോഗത്തിന്റെ വിവരവും അതുപോലെ രോഗത്തിന് എന്തൊക്കെ ചികിത്സകൾ പ്രൊവൈഡ് ചെയ്തു, എന്തൊക്കെ മരുന്ന് കൊടുത്തു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്, എത്ര ദിവസം അഡ്മിറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഇന്റന്റ് ഫോം ആസ്ക്. എല്ലാവരും ചോദിക്കില്ല, ചില ആൾക്കാർ ചിലപ്പോൾ അഡ്മിറ്റഡ് ആയിട്ടുള്ളവർ ചോദിക്കാൻ പോകുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നതിന്, അത് പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പ് they have to check or confirm some details. പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ ഇവര് കൺഫേം ചെയ്തിട്ട് മാത്രമേ അത് കൊടുക്കാൻ പാടുള്ളൂ. എന്തൊക്കെയാണ് കൺഫേം ചെയ്യേണ്ടത്? പേഷ്യന്റിന്റെ ID നമ്പർ. ഓരോ പേഷ്യൻസിനും ഇപ്പൊക്കെ അറിയാം, നമുക്ക് അവർക്ക് ID നമ്പർ ഉണ്ടായിരിക്കും, ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും, അത് കൺഫേം ചെയ്യണം. ബെഡ് നമ്പർ കൺഫേം ചെയ്യണം. പേഷ്യന്റിന്റെ പേര്, ചിലപ്പോൾ ഒരേ പേരുള്ള 2-3 വ്യക്തികളൊക്കെ ചിലപ്പോൾ ഒരു വാർഡിലൊക്കെ നടക്കുന്നുണ്ടാവും. അപ്പൊ ആർക്കാണോ വേണ്ട, അവിടെ ഏതാണോ ആ ആൾക്ക് കൃത്യമായിട്ട് കൊടുത്താൽ മതി അല്ലെ, ആ പേര്. പിന്നെ ഡോസ് ആൻഡ് ഡോസേജ് ഓഫ് മെഡിക്കേഷൻസ് അവർക്ക് കൊടുത്ത മരുന്നുകൾ, റിട്ടേൺ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്നെ കൊടുക്കണം. ഇന്ന മരുന്നൊക്കെയാണ് കൊടുത്തത്, ഇന്ന ഡോസിലാണ് കൊടുത്തത്, എത്ര വീതം കൊടുത്തു, ചിലപ്പോ ദിവസത്തില് 3 നേരം കൊടുക്കുന്നുണ്ടാകാം, ചിലപ്പോൾ 2 നേരം കൊടുക്കുന്നുണ്ടാകും. അതങ്ങനെ കൃത്യമായിട്ട് എഴുതി വെരിഫൈ ചെയ്ത് തന്നെ കൊടുക്കുക. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു സ്റ്റോർ ഇൻ അഡ്വാൻസ് മെഡിസിൻസ് ഇൻ ദ പേഷ്യന്റ് ക്യാബിനറ്റ്. പേഷ്യൻസ് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പ് അവരുടെ ക്യാബിനറ്റിലേക്ക്, ഇനി അവർക്ക് വീട്ടിൽ ചെന്നാൽ ഇനി എന്തെങ്കിലും മരുന്ന് കഴിക്കണോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം, നേരത്തെ തന്നെ അവർ പോകുന്നതിന് മുമ്പ്. അതും ശ്രദ്ധിക്കണം. ആൻഡ് ലാസ്റ്റ് ആണ് ഇവർക്ക് ഇവരുടെ ഇന്റന്റ് പേപ്പർ, അതായത് അവർക്ക് ഇങ്ങനെ അവരുടെ ഡിസ്ചാർജ് ചെയ്തതിന്റെ സമ്മറി, അല്ലെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാധനം വേണമെന്നുള്ളതിന്റെ ആ ഒരു കാര്യം ഏറ്റവും അവസാനം ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് സ്വീകരിക്കുന്നത്. അതൊക്കെ നോക്കി കൺഫേം ചെയ്തിട്ടാണ് അവരൊരു ചാർട്ട് അല്ലെങ്കിൽ ഒരു സമ്മറി അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ നിന്ന്. പക്ഷെ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ബിക്കോസ് എല്ലാവരും ആവശ്യപ്പെടില്ല ഇത്തരം സമ്മറീസ്, ചിലർ മാത്രമേ ചോദിക്കുള്ളൂ. അപ്പൊ ആവശ്യക്കാർക്ക് മാത്രം കൊടുത്താൽ മതിയല്ലോ, എല്ലാവരുടെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ചെക്ക് ചെയ്ത് മാത്രം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ചെക്ക് ബിഫോർ മേക്കിംഗ് ഇന്റൻഡ് ടു പേഷ്യന്റ് ഫോർ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നോക്കിയിട്ടാണ് ഇതൊക്കെ വെരിഫൈ ചെയ്യേണ്ടത്. ഇതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. വന്നത് മുതൽ അവിടെ വന്ന് ഏത് ഡോക്ടറെ കണ്ടു, എന്തൊക്കെ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്തു, എല്ലാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് IT ഉപയോഗിച്ച് എപ്പോഴും അത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പിന്നെ എടുത്തു കൊടുക്കണേന് എന്താ കുഴപ്പം അല്ലെ? ഇതെല്ലാം കൂടി ഒരു പ്രിന്റഡ് ഫോമിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിന്റ് ഔട്ട് എടുക്കുക, കൊടുക്കുക. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. മുഴുവൻ എഴുതി തയ്യാറാകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കൊടുക്കുള്ളൂ എന്ന് മാത്രം. എല്ലാം എഴുതി തയ്യാറാക്കിയതിന് ശേഷം. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പൊ ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്, അതുകൂടി എടുത്താലും നമ്മുടെ സമയം തീരുള്ളൂ. ഇതൊന്നുകൂടി എടുത്തേക്കാം അല്ലെ? ഫിനാൻസ്. ഇനി ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ ഫിനാൻസ് ഇൻകം, അതായത് സാമ്പത്തികപരമായിട്ടുള്ള വരുമാനങ്ങൾ എന്തൊക്കെയാണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ? എന്തൊക്കെ സാമ്പത്തിക വരുമാനങ്ങൾ വരുന്നുണ്ടായിരിക്കാം ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ? ദ പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസി ഫ്രം ദ പേഷ്യൻസ്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യന്റിൽ നിന്നും ഈടാക്കുന്ന ചാർജ് തന്നെയാണ് ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു എന്താ പറയാ സാമ്പത്തിക വരുമാനം എന്ന് പറയുന്നത് അല്ലെ? പേഷ്യൻസിൽ നിന്ന് കിട്ടുന്ന കാശ് തന്നെയല്ലേ, വേറെ ഉള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറയുന്നത്. വരുമാനം പേഷ്യന്റിൽ നിന്നും ഈടാക്കുന്ന ചാർജ് തന്നെയാണ്, മറ്റൊന്നുമല്ല. അത് ഏറ്റവും പ്രൈമറി സോഴ്സ് ആണ്. പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി ഇസ് ദാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചാർജ് ഗോട്ട് ഫ്രം ദ പേഷ്യൻസ്. പേഷ്യന്റിൽ നിന്ന് കിട്ടുന്ന ചാർജ് ആണ്. ഇനിയോ അവിടെ മാത്രം കിട്ടുള്ളൂ? അല്ല, സംടൈംസ് ചിലപ്പോഴൊക്കെ ഫുൾ ആയിട്ട് എമൗണ്ട് പേഷ്യൻസിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ എ പാർട്ട് ഓഫ് ദാറ്റ് എമൗണ്ട് അവിടെ ചെലവാക്കിയിട്ട് അവർക്ക് വന്ന ചെലവിന്റെ ഒരു ഭാഗം ചിലപ്പോൾ തരുന്നത് മെഡിക്ലെയിം ഉള്ളവരാണെങ്കിൽ ഇൻഷുറൻസ് പാർട്ടിക്കാർ അല്ലെ, തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ അവർ തരുന്നതായിരിക്കാം. അതും ഇൻകം തന്നെയാണ് അല്ലെ? ചിലപ്പോൾ പേഷ്യന്റിന്റെ നേരിട്ട് കിട്ടും, അല്ലെങ്കിൽ മെഡിക്ലെയിം ഒക്കെ ഉള്ളവരാണെങ്കിൽ കമ്പനി ആയിരിക്കും തരിക. കാരണം ക്ലെയിമിന് വേണ്ടിയിട്ട് അവർക്ക് അർഹതയുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരും ചിലവര് ഇൻഷുറൻസ് അടച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അങ്ങനെ ക്ലെയിം കിട്ടുന്നതാണ്. അല്ലാതെ ഗവൺമെന്റിന്റെ ഉള്ളത് കൊണ്ട് അങ്ങനെ, അതായത് ബിലോ പോവർട്ടി ലെവലിലുള്ളവർക്കൊക്കെ ചില ഇൻഷുറൻസ് ക്ലെയിമുകളൊക്കെ ഉണ്ട്, അങ്ങനെ കിട്ടുന്നതായിരിക്കും. എന്തായാലും അത് ഇൻഷുറൻസ് കമ്പനിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുന്നതും ഹോസ്പിറ്റൽസിലെ ഫാർമസിയിലെ ഒരു ഇൻകം ആണ്. പിന്നെന്താ? റിസർച്ച് വർക്കിൽ നിന്ന്, അതായത് പല റിസർച്ച് വർക്കുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഹോസ്പിറ്റൽസില് അല്ലെ, മറ്റാളുകളൊക്കെ മറ്റ് പുറത്തുനിന്നുള്ള ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ ചിലപ്പോൾ റിസർച്ച് നടത്താൻ വേണ്ടി ഹോസ്പിറ്റൽസിലേക്കൊക്കെ വരും. അപ്പൊ അവർ അതിന്റെ പാർട്ടായിട്ട് ഒരു ഫീസ് ഒക്കെ ചിലപ്പോൾ ഈടാക്കും. അപ്പൊ ആ റിസർച്ച് വർക്കുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം അതും ഹോസ്പിറ്റലിന്റെ ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഒരു ഇൻകം ആണ്. പിന്നെന്താ? എൻഡോമെന്റ് ഫണ്ടുകൾ.
ഇപ്പൊ ഏതെങ്കിലും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി ഒരു സ്പെസിഫിക് പ്രോജക്റ്റ് ഒക്കെ നടത്താൻ വേണ്ടി ഹോസ്പിറ്റൽസിലേക്ക് പുറത്ത് രാജ്യത്തൊക്കെ ജോലിക്ക് പോയവരോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു നല്ല ഒരു എന്താ പറയാ വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള എന്താ പറയാ ഹൈ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? കാരണം ഇന്ന് പല ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും പുറത്താ, എവിടെ കൺട്രി ഔട്ട്സൈഡ് ദ കൺട്രിയാണ് അല്ലെ. അപ്പൊ ഇവിടെ നാട്ടിലുള്ളതൊക്കെ കുറെ വൃദ്ധരായിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും വലിയൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ, വലിയ അസുഖമൊക്കെ ഇല്ലേ, അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ദൂരേക്കൊക്കെ കൊണ്ടുപോകണം. അതിന് വെള്ള മക്കളൊക്കെ ആണെങ്കിലും പുറത്ത് കിടക്കുന്നത്, അവരെയൊക്കെ വിളിച്ചു വന്നിട്ടൊക്കെ എപ്പൊ കൊണ്ടുപോകാനാ അല്ലെ. അപ്പൊ അടുത്തുള്ളവർക്കായാലും അവർക്കൊക്കെ ഓരോരുത്തർക്കും അവരവരുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്തൊക്കെ എവിടെയെങ്കിലും ഇതുപോലെ എല്ലാ ഫുൾ എക്യുപ്ഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിലോ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് അവരെ അവിടെ എത്തിക്കാം. അപ്പൊ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഒരു നല്ല ടെക്നോളജി ലെവലിലൊക്കെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുക എന്ന് പറയുന്നത് നല്ലതായിരുന്നു. അപ്പൊ ഈ വിദേശത്തൊക്കെ പോയുള്ള ആൾക്കാർക്ക് ചില ആൾക്കാരൊക്കെ സ്പോൺസർ ചെയ്യും ഇങ്ങനെ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന എമൗണ്ടുകൾ അത് എൻഡോമെന്റ് ഫണ്ടുകളാണ്. ഇറ്റ് ക്യാൻ ബി ഓൺലി യൂസ്ഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്. അപ്പൊ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവരത് കൊടുത്തേക്കണേ, ആ ഒരു ഉദ്ദേശ ലക്ഷ്യം സാധ്യമാകുന്ന സമയത്ത് ആ ഫണ്ട് എടുക്കാൻ പാടുന്നുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഒരു കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, അവിടേക്ക് ഒരു വലിയൊരു ടെക്നോളജി പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ അതിന് പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിദേശത്തൊക്കെ പോയിരിക്കുന്ന ആൾക്കാർ ആ ഒരു ഹോസ്പിറ്റലിൽ, നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ആൾക്കാർ പറഞ്ഞിട്ട് അറിയും നമ്മുടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യണം, അത് വലിയ ഉപകാരപ്രദമായിരിക്കും നമുക്ക് എല്ലാവർക്കും അല്ലെ. ദൂരേക്കൊക്കെ നമ്മൾ ഇപ്പൊ അങ്ങനത്തെ ഉള്ള ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് പോകുകയാണെങ്കിൽ നമ്മള് കിലോമീറ്ററോളം താണ്ടണം. എറണാകുളം വരെ എത്തണം, അല്ലെങ്കിൽ ഇന്ന സ്ഥലം വരെ എത്തണം, തിരുവനന്തപുരം വരെ എത്തണം. ഒക്കെ എളുപ്പം എത്താൻ പറ്റുന്ന കാര്യമല്ല, എല്ലാവർക്കും പറ്റില്ല. ഓക്കെ, അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്തരം ഒരു ഫെസിലിറ്റി നമ്മുടെ നിയറസ്റ്റ് പ്ലേസിൽ വരുന്നത് വളരെ നല്ലതല്ലേ. അപ്പൊ അങ്ങനെ ഒരു ടെക്നോളജിക്ക് വേണ്ടി നമുക്ക് ഇത്ര ഒരു ഫണ്ട് ആവശ്യമുണ്ട് എന്നൊക്കെ വിദേശത്തേക്ക് അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും സഹായിക്കാൻ അല്ലെ. അപ്പൊ അവര് ഈ പറയുന്ന പർപ്പസിന് വേണ്ടിയിട്ട് അവരൊക്കെ ഒരുപാട് സ്പോൺസർ ചെയ്യും, അങ്ങനെയുള്ള ഫണ്ടുകൾ കൊടുക്കും. സോ ആ ഫണ്ട് എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ എടുത്തിട്ട് വേറെ കാര്യത്തിന് ഉപയോഗിക്കാനല്ല, ആ ഒരു കാര്യം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് അവിടെ എനിക്ക് വെച്ചിരിക്കുന്ന സെന്റൻസ്. എന്ത് സ്പെസിഫിക് ഫണ്ട്സ് പോളിസീസ് ദാറ്റ് ഹാവ് കൺസേൺസ് ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോവൽ ആൻഡ് യൂസേജ് ഓഫ് ദ ഫണ്ട്സ്. ആ ഫണ്ടുകൾ അതിനു വേണ്ടി മാത്രമായിരിക്കും വിഡ്രോ ചെയ്യേണ്ടത്, യൂസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്പെസിഫിക് പോളിസീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ട് അവരങ്ങനെ വേണ്ടി കൊടുത്തേക്കണേ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കാം അല്ലെ. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ആളുകൾ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള ലക്ഷ്യത്തോടെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പൊ കുട്ടികളുടെ പഠനത്തിനാണ് അത് ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് വീട്ടുകാർക്ക് വേറെ ഏതെങ്കിലും കാര്യത്തിലുള്ള ചെലവുകൾ മീറ്റ് ചെയ്യാനല്ല അത് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവും കാര്യം? ക്ലിയർ ആയോ? മനസ്സിലായോ പറഞ്ഞത്? ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും ഒരു വീട്ടില് കുട്ടിക്ക് പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടി, ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടി 1 ലക്ഷം രൂപ ഞാൻ ഇങ്ങനെ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ ഒരാൾ വരികയാണ്, ആൾ അത് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ പർപ്പസ്, അത് അതിന് വേണ്ടി ഉപയോഗിക്കാതെ അതിന് പകരം വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അവർ അത് ഉപയോഗിക്കുന്നു എന്ന് വിചാരിച്ചത് ശരിയായ കാര്യമാണോ? അല്ലല്ലോ അല്ലെ. അങ്ങനെയുള്ള ഫണ്ടുകൾ അപ്പൊ ഹോസ്പിറ്റൽസിലും അങ്ങനെ ആളുകൾ ഇഷ്ടംപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത്തരം ഫണ്ടുകള്. പിന്നെ ഗിഫ്റ്റ്സ് ആൻഡ് കോൺട്രിബ്യൂഷൻസ്, അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡേ ടു ഡേ കാര്യങ്ങളും ഫംഗ്ഷൻസ് ഒക്കെ കൃത്യമായി നടത്തിക്കൊണ്ട് പോകാൻ ഇതുപോലെ തന്നെ മറ്റു ആളുകളൊക്കെ എന്ത് ചെയ്യും, ഗിഫ്റ്റുകളായിട്ടോ മറ്റേതെങ്കിലും സംഭാവനകളായിട്ടോ ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതും ഹോസ്പിറ്റലിന്റെ ഒരു ഇൻകമാണ്. പ്രൈമറി സോഴ്സ് ചാർജ് ഗോട്ട് ഫ്രം പേഷ്യൻസിൽ നിന്നുള്ള കാശ് തന്നെയാണ് പ്രാഥമികമായിട്ടുള്ള സോഴ്സ്. രണ്ടാമത്തേത് തേർഡ് പാർട്ടീസിൽ നിന്നുള്ളത്. മൂന്നാമത്തേത് എൻഡോമെന്റ് ഫണ്ട്, പിന്നെ റിസർച്ച് വർക്കുകള്, പിന്നെ ഗിഫ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ 5 രീതിയിലുള്ള ഇൻകം വരുമാന മാർഗങ്ങളാണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് ഫണ്ട് വരുന്ന രീതി. ക്ലിയർ ആയോ? ക്ലിയർ മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും വരെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി ഒരൊറ്റ പേജേ ഉള്ളൂ, അത് കുറച്ചേ ഉള്ളൂ. അത് നമുക്കൊരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് അടുത്ത ചൊവ്വാഴ്ച എടുക്കാം കേട്ടോ. കുറച്ച് സമയം ഞാൻ ചോദിച്ചിട്ടുണ്ട് രമ്യ മിസ്സിന്റെ, ആ സമയത്ത് ഞാനത് എടുത്തോളാം. ഓക്കെ, അപ്പൊ ഓക്കെ ബൈ.